മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന 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 ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന ജയ ജയ യദുനന്ദന ജയ ദേവകി നന്ദന ജയ ജയ യദുനന്ദന ജയ ദേവകി വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന വൃന്ദാവന ചന്ദന ഗോപിക മനമോഹന ജയ രാധാ ജീവന രാജീവദളലോചന ജയ രാധാ ജീവന രാജീവദളലോചന മാധവ മധുസൂദന മുരളീധര മോഹന മാധവ മധുസൂദന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന മുരളീധര മോഹന ഗോപികാ ജീവനസ്മരണം. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ യോऽन्तഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംന അന്യാംശ്ച ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം. ഭഗവാൻ അവതരിച്ചു. ഭഗവാൻ അവതരിച്ചാൽ പിന്നെ നമ്മുടെ ഹൃദയം കാരാഗൃഹമല്ല, അത് അമ്പാടിയാണ്, ഗോകുലമാണ്. ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചു. ആദ്യത്തെ ലീല ഭഗവാൻ പൂതനയ്ക്ക് മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് വർണ്ണിക്കുന്നത് ശകടാസുര ഭഞ്ജനം, തൃണാവർത്ത മോക്ഷം ഇതൊക്കെ വർണ്ണിക്കുകയാണ്. ഭഗവാൻ അവതരിച്ചു. ഭഗവാന്റെ 28ാം പിറന്നാൾ അത് കുറച്ച് കേമായിട്ട് അവിടെ നടത്തി. രാവിലെ നേരത്തെ ഭഗവാനെ എഴുന്നേൽപ്പിച്ച് യശോദ അമ്മ കുളിപ്പിക്കുകയാണ്. അതൊക്കെ കുറേ ചിത്രങ്ങളാണ്. ഭാഗവതത്തെ ഒരു ആൽബമായിട്ട് ദശമസ്കന്ധത്തെ കണക്കാക്കുകയാണെങ്കിൽ ഭഗവാന്റെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ കാണാം. ഭഗവാന്റെ കുളി കാണാനായിട്ട് ആകാശത്തിൽ ബ്രഹ്മാദി ദേവന്മാരങ്ങനെ നിരന്നു നിൽക്കുകയാണ്. എന്താ ഈ പ്രത്യേകത? പരബ്രഹ്മത്തെ ആ യശോദാമ്മ കാല് നീട്ടി വെച്ച് ആ കാലിൽ കമഴ്ത്തി അങ്ങോട്ട് കിടത്തുന്നത് കാണാൻ ബ്രഹ്മാവ് നോക്കി നിൽക്കുന്നു. ഗോപികമാരെ ചുറ്റും വട്ടത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഒരു ഗോപികയുടെ കയ്യിൽ ചൂടുവെള്ളം ഭഗവാനെ കുളിപ്പിക്കാൻ, വേറൊരു ഗോപികയുടെ കയ്യിൽ പച്ചവെള്ളം, ചൂടധികമായാലോ നോക്കണ്ടേ, അങ്ങനെ പച്ചവെള്ളം, വേറൊരു ഗോപിക പയറുപൊടി, വേറൊരു ഗോപിക കളിപ്പിക്കാനായിട്ട് കിലുക്ക്, വേറൊരു ഗോപിക തോർത്താനായിട്ട് തോർത്തുകൊണ്ട് ഇങ്ങനെ ചുറ്റും ഗോപികമാർ ഇരിക്കുന്നു. നടുക്ക് യശോദ തൻ്റെ കാല് നീട്ടി വെച്ച് ആ ഭഗവാനെ എടുത്ത് കമഴ്ത്തി അങ്ങോട്ട് കിടത്തുന്നു. എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണ്. ബ്രഹ്മാദി ദേവന്മാരെ യശോദയോട് ചോദിക്കുകയാണ്, നീ സത്യം പറയണം, എന്ത് പുണ്യമാണ് നീ ചെയ്തത്? ഏത് വ്രതമാ നീ നോറ്റത്? ഭാഗവതത്തിലെ ഏത് അധ്യായ നീ വായിച്ചത്? അറിയണ്ടേ, ഇതൊന്നും അറിയണമെന്ന് വെച്ചാൽ എന്താ നീ ചെയ്തത്? എന്ത് വഴിപാടാ കഴിച്ചത്? ഏത് അമ്പലത്തിൽ പോയി? ഏത് ക്ഷേത്രത്തിൽ ചെന്നു? ഏത് പുണ്യനദിയിൽ കുളിച്ചു? ഏത് വ്രതമാണ് നോറ്റത്? കിം ബ്രൂമസ്തുവാം യശോദേ കതി കതി സുഹൃത ക്ഷേത്രമുഖ്യാനി പൂർവം. കാരണം ഇങ്ങനെ ഈ പരബ്രഹ്മത്തെ ഞങ്ങൾക്ക് അടുത്തിങ്ങനെ കാണാമെന്നല്ലാണ്ട് തൊടാൻ ആരും സമ്മതിക്കാറില്ല. വിഷ്ണു ഭഗവാൻ സമ്മതിക്കാറില്ല. പക്ഷേ
നീ ആ ഭഗവാനെ എടുക്കുന്നു, എണ്ണ തേപ്പിക്കുന്നു, കുളിപ്പിക്കുന്നു, തോർത്തുന്നു, പൊട്ടുകുത്തുന്നു, മൽപ്പിയിൽ ചേർത്തുന്നു, പട്ടുടുപ്പിക്കുന്നു, കിടത്തി ഉറക്കുന്നു. എന്ന തപം ചെയ്തനേ യശോദ, എന്ന തപം ചെയ്തനേ. എന്ത് തപസ്സാണ് ഈ യശോദ ചെയ്തതെന്ന് ബ്രഹ്മാദി ദേവന്മാർ അസൂയോടുകൂടി ചോദിക്കുകയാണ്. കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു, പട്ട് വിരിച്ച് കൃഷ്ണനെ അവിടെ കിടത്തി കൂട്ടുകാരെ ഏൽപ്പിച്ചു. ഉണ്ണി ഉണർന്നാൽ ഉടനെ എന്നെ വാർത്തറിയിക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് പോയതാണ് യശോദ. കൃഷ്ണൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, കിടക്കണു, കണ്ണടയ്ക്കുന്നുണ്ട്. കുട്ടികൾ കണ്ണടച്ചാലും പൂർണ്ണമായിട്ട് അടഞ്ഞു തോന്നില്ല. നമ്മൾ ഈ കണ്ണ് തുറന്ന് കിടക്കുകയാണ്, പകുതി ഇങ്ങനെ അടഞ്ഞുകൊണ്ട്. എന്നാൽ ഉറക്കത്തിലാണ് താനും. കുട്ടികളത് രസമായിട്ട് നോക്കി നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കണ്ണ് തുറക്കുന്നുണ്ട്. ഉറക്കത്തിലാണ്, എന്തായാലും കണ്ണ് തുറക്കും, ചുണ്ടനങ്ങും. ശ്വാസം വലിക്കുമ്പം ഭഗവാന്റെ കുംഭ വീർക്കണതും താഴതും നോക്കി അവരങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അവരുടെ കാഴ്ച കണ്ടു. ദൂരത്തായിട്ടൊരു ശകടം വണ്ടി, കാളവണ്ടി തന്നെ, അതിൽ കാളല്ല, വണ്ടി മാത്രം, 2 ചക്രം, അത്രയേ ഉള്ളൂ. കംസൻ പറഞ്ഞയച്ച ശകടാസുരൻ അതിലേക്ക് ആവേശിച്ചു. കൃഷ്ണനെ ചതച്ചരയ്ക്കണം, അതാണ് ഉദ്ദേശം. അതങ്ങോട്ട് ഉരുണ്ട് വന്ന് കൃഷ്ണനെ അങ്ങോട്ട് ഇല്ലാണ്ടിയാക്കാൻ പുറപ്പെട്ടതാണ്. അടുത്തെത്തിയതും കൃഷ്ണൻ ഉറക്കത്തിൻ്റെ ഇടയിൽ ചെറുതായിട്ട് തൻ്റെ വലത്തെ കാലിൻ്റെ തള്ളവിരലൊന്ന് അനക്കി. ആ തള്ളവിരൽ കുഞ്ഞിക്കാലിൻ്റെ വിരൽ കൊണ്ടതും ഈ ചക്രം മുകളിലേക്ക് അങ്ങോട്ട് പൊന്തി കുറേ ദൂരത്തേക്ക് പോയി. അവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു, തവിട് പൊടിയായിട്ട് താഴത്തേക്ക് വീണു. ആ ശബ്ദം പുറമേക്ക് കേട്ടത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. ഈ ശബ്ദമൊക്കെ കേട്ട് ഗോപന്മാരും ഗോപികമാരും വന്ന് നോക്കിയ സമയത്ത് ദൂരത്തായിട്ട് അവിടെ ചാരി വെച്ച വണ്ടി പൊട്ടിത്തെറിച്ച് കിടക്കണത് കണ്ടപ്പോൾ അവർ ചോദിച്ചു, കുട്ടികളെടുത്ത് വന്നിട്ട്, നിങ്ങളല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്, നിങ്ങൾ കണ്ടില്ലേ എങ്ങനെ ആ ചാരി വെച്ച വണ്ടി ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് എങ്ങനെ എന്ന് ചോദിച്ചു. അവർ സത്യം പറഞ്ഞു, ഈ ഉണ്ണിയുടെ കാല് കൊണ്ടതാണ്, ഞങ്ങൾ കണ്ടതാ. ആ ഉണ്ണിയുടെ തള്ളവിരൽ കൊണ്ടപ്പം ഇതങ്ങോട്ട് പൊന്തി ദൂരത്തേക്ക് പോയി അവിടുന്ന് പൊട്ടിത്തെറിച്ചതാ എന്ന് പറഞ്ഞെങ്കിലും ആ ഗോപന്മാരൊന്നും അത് വിശ്വസിച്ചില്ല. ഇതുപോലെ അത് സജ്ജനങ്ങൾ ആചാര്യന്മാരൊക്കെ പറയണത് സാധാരണക്കാർ വിശ്വസിക്കാത്ത പോലെ. എന്താണ് സപ്താഹിക്കുമ്പോൾ അങ്ങനെയൊക്കെ പറയാം, അതും നമ്മൾ കാര്യമാക്കണം എന്ന് വിചാരിക്കും പോലെ. അവരങ്ങനെ പറയാം, അത്രയേ ഉള്ളൂ, അതൊന്നും ഉള്ളതൊന്നുമല്ല എന്ന മട്ടിൽ ആളുകൾ കണക്കാക്കിയത്. എന്നാൽ അവർ അന്വേഷിച്ചതുമില്ല. എന്നാൽ സജ്ജനങ്ങൾ പറഞ്ഞത് വിശ്വസിച്ചോ അതുമില്ല. ആ കുട്ടികൾ പറഞ്ഞത് അവർക്ക് വിശ്വസിച്ചാൽ മതിയായിരുന്നു. കുട്ടികൾ നിഷ്കളങ്കര്, അവർക്ക് ഈ ഭഗവാന്റെ ലീലകൾ കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അത് പറഞ്ഞിട്ടും അവിടെയുള്ളവർക്ക് മനസ്സിലാവണമില്ല. എന്നാൽ അവർ ഒന്ന് അന്വേഷിച്ചാൽ മനസ്സിലാവില്ല. എങ്ങനെ പൊട്ടിത്തെറിച്ചു, വണ്ടി പൊട്ടിത്തെറിച്ചോ ഒന്ന് കണ്ടെത്തട്ടെ. CCTV ഒക്കെ നോക്കിയാൽ കാണില്ലേ? അത് നോക്കാൻ പുറപ്പെട്ടില്ല. ഇതുപോലെ ഈ പ്രപഞ്ചത്തെ ഒന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ബോധത്തെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പറ്റുമോ? ഈശ്വരനെ വേണമെങ്കിൽ നിഷേധിക്കാം, എന്നെ നിഷേധിക്കാൻ പറ്റുമോ? ഈശ്വരനില്ല പറയാം, ഞാനില്ല പറയാൻ പറ്റുമോ? ഒന്ന് പറയൂ കേൾക്കട്ടെ. അത് പറ്റില്ല. ഈശ്വരനില്ല എന്ന് പറയാം, ഞാനില്ല എന്ന് ഞാൻ ഉണ്ടല്ലോ, അത് നിഷേധിക്കാൻ പറ്റില്ല. ആ ഞാനാണെന്ത്? അതാണ് ഈശ്വരൻ. ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ എന്തോ ആകാശത്ത് കുറേ കൈകളൊക്കെ ആയിട്ട് ആയുധം പിടിച്ചിങ്ങനെ നിൽക്കുന്നൊരു സംഗതിയായിട്ട് കാണുമ്പോൾ അല്ലേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഓരോരോ മതക്കാർ ഓരോന്ന് പറയും. ഹിന്ദു മതത്തിൻ്റെ പല അഭിപ്രായമുണ്ട് അല്ലേ? കൃഷ്ണനാണ് ശരി, ശിവനാണ് ശരി, വിഷ്ണുവിനേക്കാൾ കേമനാണ് കൃഷ്ണൻ അല്ലേ? ഞങ്ങളുടെ പക്ഷമുണ്ട്, കൃഷ്ണൻ്റെ അവതാരമാണ് ബാക്കിയുള്ള. അങ്ങനെ ഒന്നും തെറ്റില്ല, എന്താ വെച്ചാൽ പറയാം. ഒക്കെ എന്താ കേമെന്ന് പറയണമെന്ന് വെച്ചാൽ ആ കേമെന്ന് പറയുന്നത് ബ്രഹ്മത്തെയാണ്. എന്താണ്? അവർ വിഷമമില്ല, അപ്പോൾ ഒരു ആക്ഷേപവുമില്ല. ഈ ഒരു ചിന്ത ഉണ്ടെങ്കിൽ, അതാണ് ശങ്കരാചാര്യരുടെയൊക്കെ പ്രത്യേകത. ആ ഒരു ആശയം നമ്മൾ ഉൾക്കൊണ്ടാൽ പിന്നെ നമുക്ക് ഒന്നിനും നിഷേധിക്കാൻ തോന്നുന്നില്ല. ആ ആശയം അതുപോലെ പിടികിട്ടും. അത് മനസ്സിലാക്കിയൊരു വ്യക്തിക്ക് ഏത് ശാസ്ത്രവും വായിക്കാം. ശങ്കരാചാര്യർ അദ്വൈതിയല്ലേ? അദ്ദേഹം സുബ്രഹ്മണ്യനെ സ്തുതിക്കുന്നുണ്ടല്ലോ ഇല്ലേ? പിന്നെയോ കൃഷ്ണനെ സ്തുതിക്കുന്നില്ലേ? ഗണപതിയെ സ്തുതിക്കുന്നില്ലേ? അദ്ദേഹത്തിനൊന്നും പ്രശ്നമില്ല. അദ്ദേഹം സ്തുതിക്കുമ്പം പരബ്രഹ്മത്തെയാണ് സ്തുതിക്കണമെന്ന് ബോധ്യമുള്ളത് കൊണ്ട് അങ്ങനെ സ്തുതിക്കുന്നു. ഒരേ ആചാര്യൻ തന്നെ ദേവി ഭാഗവതം പറയുമ്പോൾ സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ ജഗദംബികായൈ നമ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താ? ഇപ്പം ഞാൻ ആ പരബ്രഹ്മത്തെ അമ്മയെന്ന് വിളിക്കുകയാണ്, അത്രയേ ഉള്ളൂ. സപ്താഹമാകുമ്പം ഇപ്പം ആ പരബ്രഹ്മത്തെ ഇനിയിപ്പം മറ്റന്നാൾ വരെ എന്ത് വിളിക്കും? ഗോവിന്ദ ഗോവിന്ദ. അതിൽ സംശയമൊന്നുമില്ല, അത് പരബ്രഹ്മത്തെ ആ പേര് വിളിക്കുകയാണ്. ഈ ഉറപ്പുണ്ട്. ഇനി അദ്ദേഹം തന്നെ സ്കന്ദപുരാണം നടത്തുമ്പം ഹര ഹരോ ഹര ഹര മടില്ല. കാരണം ഇപ്പം ഹര ഹരോ ഹര ഹര പറഞ്ഞത് എന്താ? അത് സുബ്രഹ്മണ്യനാണ്, അത് പരബ്രഹ്മത്തെയാണെന്നുള്ള ബോധ്യം, അത് പ്രധാനം. അതില്ലെങ്കിൽ വിഷമാണ്. അപ്പം അതുകൊണ്ടൊന്നും ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് ഈ പ്രപഞ്ചത്തെ ഒന്ന് അപഗ്രഥിച്ചാൽ ഈശ്വരനെ അറിയാൻ പറ്റും. പക്ഷെ നമ്മൾ അപഗ്രഥിക്കുന്നില്ല. അതല്ലെങ്കിൽ വിവേകമുള്ളവർ, അറിവുള്ളവർ ശാസ്ത്രം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഉപദേശം
അത് വിശ്വസിച്ചാലും മതി. എന്താണ്? നമുക്ക് അത് അന്വേഷിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ സമയവുമില്ല. അങ്ങനെയാണെങ്കിൽ അറിവുള്ളവർ പറഞ്ഞാൽ വിശ്വസിക്കില്ലേ? നമ്മൾ ഭൂമി ഉരുണ്ടതാണെന്ന് വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? കണ്ടെത്തിയോ? കണ്ടോ? ഇല്ല. നമ്മളിങ്ങനെ അറിവുള്ളവർ പറയുന്നുണ്ട് ഇപ്പോൾ ഭൂമി ഉരുണ്ടിട്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് അങ്ങനെ ഭൂമി ഉരുണ്ടതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്, അതിന് പലതരത്തിലുള്ള ചിത്രങ്ങളതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഗതി നമ്മുടെ അനുഭവത്തിൽ പരന്നും കൊണ്ടാണെങ്കിലും അത് സത്യമല്ല, ഉരുണ്ടിട്ടാണ്. പണ്ടത് ഉരുണ്ടിട്ടാ പറഞ്ഞവരെ വിഷം കൊടുത്ത് കൊന്നിട്ടുണ്ട്. അതായിരുന്നു സത്യം. അന്നത് അങ്ങനെ ചെയ്തത്. അത്രയേ ഉള്ളൂ. ഇതൊക്കെ ഇപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ അവസ്ഥ. നമ്മുടെ യുക്തി നോക്കിയാൽ ചിലപ്പോൾ നമ്മൾ കാണുന്നത് ഭൂമി തിരിയണത് കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ഭൂമി തിരിയണില്ലേ? ഇല്ല. അത് സത്യമാണ്. അതെങ്ങനെ അറിഞ്ഞു? അത് അറിവുള്ളവർ പറയുമ്പോൾ നമ്മളത് വിശ്വസിക്കുകയാണ്. ഇതുപോലെ ഇവിടെയുള്ള കാര്യങ്ങളും നമ്മുടെ അനുഭവത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യമല്ല. ഓരോരുത്തരുടെയും അനുഭവം വ്യത്യാസം ഉണ്ടാവുകയെ. ഇപ്പോൾ ഇവിടെ ഇരിക്കണം നമുക്കൊക്കെ ഒരേ അനുഭവം ആണോ? എല്ലാവരും ഒന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പം എല്ലാവരും തൂക്കുപാത്രമല്ലേ കണ്ടത്? അല്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. അല്ലേ? ഭാഗവതാണെങ്കിൽ നമ്മൾ കണ്ടതെന്താ? അവർ അപ്പോൾ എല്ലാവരും ഒന്ന് തന്നെ കണ്ടോണമെന്നില്ല. ഒരു കൗതുകം കൊണ്ട് അറിയാൻ വേണ്ടി ചോദിച്ചാൽ അത്രയേ ഉള്ളൂ. അത് കണ്ടിട്ടില്ല. ഞാനും കരുതി എന്താ തൂക്കുപാത്രം ചുക്കൊള്ളാവൂലേ പായസം എന്താ പാലഭിഷേകത്തിന്. അപ്പം അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ജിജ്ഞാസ കഴിഞ്ഞാൽ തീർന്നു. ഇപ്പം ഇനി ആശ്വാസമായില്ലേ? ഇനി സ്വസ്ഥമായിട്ടിരിക്കാനോ? അത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഭഗവാനിലേക്ക് വരിക. അത്രേ താല്പര്യമുള്ളൂ. നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുഃഖം തീർന്നു. അറിവില്ലായ്മയാണ് ദുഃഖത്തിന് ഇരിപ്പിടം. ശരിക്കും പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൂക്ഷ്മമായിട്ട് നോക്കിയാൽ എന്തില്ലാണ്ടാവും? പ്രപഞ്ചം ഇല്ലാണ്ടാവും. ഈശ്വരനെ കാണും. ഇവിടെ ഉള്ളത് വിഷ്ണുവാണ്. പക്ഷെ നമുക്ക് വിശ്വമായിട്ട് തോന്നുകയാണ്. വിശ്വം വിഷ്ണു വഷട്കാര. വഷട്കാരം കൊണ്ട് മാറ്റി വയ്ക്കുക. വിശ്വം വിഷ്ണു. ഈ കാണുന്ന പ്രപഞ്ചം ശ്രദ്ധിച്ചാൽ ഈശ്വരനാണെന്ന് അറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അവിടെ കുഴപ്പം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ അറിവുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുക. നമ്മൾ കണ്ണടച്ചങ്ങോട്ട് അവർ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കുക. അച്ഛനും അമ്മയും പറഞ്ഞാൽ വിശ്വസിക്കാറില്ലേ കുട്ടിക്കാലത്തൊക്കെ? വലുതായപ്പോൾ പിന്നെ വിവരം വെച്ചപ്പോൾ നിർത്തി അല്ലേ? അച്ഛന് ഇത്ര വിവരമില്ല, അമ്മ പണ്ട് അച്ഛനും അമ്മയും മതിയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വിശ്വാസം, വലിയ ആൾക്കാരുടെ വിശ്വാസമല്ല, ചെറിയ കുട്ടിക്ക് അമ്മയോടുള്ള വിശ്വാസം. ഇതുപോലെ അങ്ങോട്ട് വിശ്വസിക്കുക. അങ്ങനെ അറിവുള്ളവർ പറഞ്ഞത് ശിഷ്യൻ്റെ ഗുണതാണ്. ഗുരുനാഥനെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അദ്ദേഹം ശരി അങ്ങോട്ട് ഉറപ്പിച്ചാൽ അദ്ദേഹം പറയുമ്പോഴേക്കും ബോധ്യവും. തത്വമസി എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് മനസ്സിലാവും? അഹം ബ്രഹ്മ. ഇപ്പം മനസ്സിലാവാത്തത് എന്താ വെച്ചാൽ നമ്മൾ ആ സംശയത്തോടെ കാണുമ്പം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ആ ഒരു ശ്രദ്ധയ്ക്കനുസരിച്ചാണ് ഫലം. ഇത് കുട്ടികൾ പറഞ്ഞത് അവർ സംശയത്തോടു കൂടിയാണ് നോക്കിയത്. അവരത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്ന് താല്പര്യം. അതിനുശേഷം പിന്നീട് തൃണാവർത്ത മോക്ഷം അത് പറഞ്ഞിരിക്കുകയാണ്. ഒരിക്കൽ തൃണാവർത്തൻ കംസൻ പറഞ്ഞയച്ചിട്ട്, തൃണാവർത്തൻ എന്ന് പറഞ്ഞാൽ പുല്ലിനെ പോലും പിഴുതെടുക്കാനുള്ള ശേഷിയുള്ള കാറ്റ്. സ്വതവേ കാറ്റിന് അതുണ്ടാവില്ല. പുല്ലിങ്ങനെ ഒഴിഞ്ഞു മാറി കാറ്റ് വരുമ്പം മരങ്ങളൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ മരത്തിനെയും കൊണ്ടാര് പോവും? കാറ്റ് പോവും. പുല്ല് പിന്നെ കിഴക്കോട്ട് കാഴ്ചാൽ കിഴക്കോട്ട് ഇങ്ങനെ വടക്കോട്ട് വെച്ചാൽ അത്രയാണ്. അപ്പം അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണോണ്ട് പുല്ലിനെ വലിയ കാറ്റുകളൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷേ ഈ കാറ്റിന് പുല്ലിനെ പോലും പിഴുതെടുക്കാനുള്ള ശേഷിയുണ്ട് പറഞ്ഞാൽ കരുത്ത് കാണിക്കാനാണ്. നമ്മൾ ചില പുല്ലെന്ന് പറഞ്ഞാൽ നിസ്സാര വിചാരിക്കും. അല്ല, പുല്ലിങ്ങനെ ഒഴിഞ്ഞു മാറും. പക്ഷേ ആ ഒഴിഞ്ഞു മാറേണ്ട പുല്ലിനെ പോലും എടുത്തു കൊണ്ടുപോകാനുള്ള ശേഷി ആർക്കുണ്ട്? ഈ തൃണാവർത്തനുണ്ട്. ഇതാണ് തൃണാവർത്തൻ എന്ന് പേര് വരാൻ കാരണം. കംസൻ പറഞ്ഞയച്ച് വരികയാണ്. കൃഷ്ണനെ മടിയിലിരുത്തി അമ്മ അങ്ങനെ കൃഷ്ണന് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. കൃഷ്ണൻ മനസ്സിലാക്കി ആര് വരുന്നുണ്ട്? തൃണാവർത്തൻ വരുന്നുണ്ട്. അപ്പം ഞാൻ അമ്മയുടെ മടിയിലിരുന്ന് എന്താ ഉണ്ടാവുക? ആ കാറ്റായിട്ട് വരുമ്പം തൃണാവർത്തൻ ആരെയും കൊണ്ടുപോകും? എന്നെ മാത്രമല്ല, അമ്മയുടെ മടിയിൽ ഞാൻ ഇരുന്നാൽ അമ്മയും കൊണ്ടുപോകും. പാവം അമ്മ വെറുതെ കഷ്ടപ്പെടണം. അതുകൊണ്ടൊരു കാര്യം ചെയ്യുക, താൻ മാത്രം പോയാൽ മതി തീരുമാനിച്ച് ഭഗവാൻ തൻ്റെ ശരീരത്തിൻ്റെ ഭാരം അങ്ങോട്ട് വർദ്ധിപ്പിച്ചു. പെട്ടെന്ന് അമ്മയ്ക്ക് കൃഷ്ണൻ്റെ തടി കൂടി വരുന്നത് പോലെ ഒരു തോന്നൽ. കനം കൂടി വരുന്നുണ്ടോ? കണ്ടാലും തോന്നണില്ല, പക്ഷെ കനം കൂടി വരുന്നത് പോലെ തോന്നി. ഒരു അമ്മിക്കുട്ടിയൊക്കെ മടിയിൽ വെച്ച് അങ്ങനെ ഉണ്ടാവും. അമ്മയ്ക്ക് തോന്നി കണ്ണീർ കൊണ്ടിട്ടാവും. എല്ലാവരും വന്നിട്ട് എന്താ കൃഷ്ണൻ്റെ ചിരി, എന്താ കണ്ണ്, എന്താണ് ആ ചിരി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടേ ഒന്ന് ഒഴിഞ്ഞിടാം. പണ്ട് അങ്ങനെ ഒരു സമ്പ്രദായമൊക്കെ ഉണ്ട്. കടുകൊക്കെ മുളകൊക്കെ അങ്ങനെ ഒഴിഞ്ഞിടും. എന്നിട്ടത് അടുപ്പിലിട്ടിട്ട് വാസന വന്നു വെച്ചാൽ, വാസന വന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഓരോ സമ്പ്രദായം ഉണ്ടായിക്കോട്ടെ, എന്താവട്ടെ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു രീതി. അങ്ങനെ ഒഴിഞ്ഞിടാൻ വേണ്ടിയിട്ട് ആ ഉണ്ണി അവിടെ കിടത്തി അമ്മ അകത്തേക്ക് പോയതാണ്. തൃണാവർത്തൻ വന്നിട്ട് ചോദിച്ചു, ടാറ്റ പൂവല്ലേ ചോദിച്ചു. കുട്ടികളോട് പിന്നെ ടാറ്റ പൂവല്ലേ ചോദിച്ചാൽ ഇത് പൊട്ടൻ്റെ കൂടെയും പുറത്ത് സർക്കിയിട്ട് ഇഷ്ടമല്ലാണ്ടിരിക്കില്ലല്ലോ. രണ്ട് കൈയും അങ്ങോട്ട് നീട്ടി തൃണാവർത്തൻ ആ കൃഷ്ണനെ വാരി അങ്ങോട്ട് എടുത്തു. കാറ്റായിട്ട് അങ്ങോട്ട് പോയി.
കുറച്ച് ദൂരം കണ്ടു പോയപ്പം ഭഗവാന്റെ മട്ട് മാറി. കുട്ടികൾ ആദ്യമൊക്കെ ടാറ്റാ പോവുക പറഞ്ഞാൽ കൂടെ പോവെങ്കിലും എത്ര നേരം കൂടെ നിൽക്കും? പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ എത്ര നേരം നിൽക്കും? 2 മിനിറ്റ് 3 മിനിറ്റ്. അപ്പോഴേക്കും എന്തായി? അമ്മയെ കാണണം, അമ്മ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃണാവർത്തം പറഞ്ഞു, ഞാൻ അമ്മാമനെ കാണിച്ചുതരാം. അങ്ങോട്ടാ പോണതേ മധുരയ്ക്ക്. അമ്മാമനെ കാണിച്ചുതരാൻ പറഞ്ഞു. പോരാ, അമ്മയെ തന്നെ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. അവസാനം വിടില്ല എന്ന് കണ്ടപ്പോൾ കഴുത്ത് ഞെക്കി ആരെ കൊന്നു? ആ തൃണാവർത്തനും മോക്ഷം കൊടുത്തു. അത് പിന്നെ വേറെ പഞ്ചായത്തിലാണ്. അതുകൊണ്ട് തൻ്റെ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം പൂതനയെ അവിടുന്ന് തന്നെ കൊണ്ട് ഗോപസ്ത്രീകളൊക്കെ കുറേ പ്രയാസപ്പെട്ടു. അതുകൊണ്ട് അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട, പണിക്കാരെയൊക്കെ ഏർപ്പാടാക്കി വെട്ടിക്കയറി കൊണ്ടുപോയി കത്തിക്കേണ്ടി വന്നു. ഇത് വേറെ ദിക്കില്ല. അങ്ങനെ തൃണാവർത്തനും മോക്ഷം കൊടുത്തു. അതിനുശേഷം പിന്നീട് ഭഗവാന്റെ ലീലകൾ അങ്ങനെ വർണ്ണിക്കുകയാണ്. ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ. കൃഷ്ണനും രാമനും പേരിട്ടിട്ടില്ല എപ്പോഴും. ദിവസങ്ങൾ അനവധി കഴിഞ്ഞു. പക്ഷേ ഇത്രയൊക്കെ വൈകണം എന്താ പേരിടാൻ വൈകാൻ കാരണം എന്താ ചോദിച്ചാൽ, വസുദേവര് പേരിടാൻ വൈകണത്, നന്ദഗോപർ പേരിടാൻ വൈകണമെന്ന് വെച്ചാൽ വസുദേവരുടെ ഉണ്ണി തൻ്റെ വീട്ടിലില്ലേ? തൻ്റെ കൂട്ടുകാരനായ വസുദേവരുടെ ഉണ്ണിയാണ് മൂത്തത്. മൂത്ത ആൾക്ക് പേരിടാണ്ട് ഇളയാൾക്ക് പേരിടാൻ പറ്റുമോ? തൻ്റെ ഉണ്ണിക്ക് പേരിടുമ്പം അയാളുടെ ഉണ്ണിന് പേരിടണ്ട. അയാളുടെ ഉണ്ണിക്ക് പേരിടേണ്ടത് ഞാനാ, അയാളല്ലേ? അയാൾ പക്ഷേ ജയിലിലല്ലേ? ജയിലിലാണ്. പക്ഷെ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ ആ ഉണ്ണിക്ക് ഞാൻ പേരിടേണ്ടത് ആരെക്കൊണ്ട് ഇടിയിക്കണം? നന്ദഗോപരുടെ ഗുരുനാഥൻ ശാണ്ഡില്യനാണ്. ആരാണ്? ഇടയന്മാരുടെ ഗുരുനാഥൻ ശാണ്ഡില്യനാണ്. ഗർഗാചാര്യർ ആണ് വസുദേവരുടെ ഗുരുനാഥൻ. അപ്പം വസുദേവർക്ക് തൻ്റെ ഗുരുനാഥനായ ഗർഗാചാര്യർ പേരിടണമെന്നുണ്ടാവില്ലേ? ഉണ്ടാവില്ലെന്നോ? അയാൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് അവിടെ. ഇനി വൈകിയ ശാണ്ഡിലിനെ കൊണ്ട് പേരിടിക്കുക എൻ്റെ ഉണ്ണികൾക്ക്, അങ്ങ് വേണം പോണട്ടോ എന്നൊക്കെ പറഞ്ഞ് വസുദേവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഈശലുണ്ട്. അവനവൻ്റെ വംശത്തിൽപ്പെട്ട ഒരാളിടണം എന്നൊക്കെ നമുക്ക് ഉണ്ടാവില്ലേ? നമ്മളുടെ മകൻ്റെ ഒരു ചോറൂണോ ഉപനയനോ ആര് കഴിപ്പിക്കണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കില്ല. ഇതുപോലെ അദ്ദേഹത്തിന് അങ്ങനെ ഉണ്ട്. തൻ്റെ ഉണ്ണിക്ക് പേരിടേണ്ടത് ആരാ? ഗർഗാചാര്യനുണ്ട്. അപ്പോൾ താൻ തൻ്റെ ഗുരുനാഥനായ ശാണ്ഡിലിനെ കൊണ്ട് വസുദേവരുടെ ഉണ്ണിക്ക് പേരിട്ടാൽ അദ്ദേഹത്തിനത് വിഷമാവുമോ എന്ന് കരുതിയിട്ടാണ് വൈകിപ്പം വല്ലാണ്ട വൈകി. ഏതായാലും നന്ദഗോപുരം ഉറപ്പിച്ചു, എന്തായാലും ഇനി വയ്യ. കാരണം ഗോപസ്ത്രീകളൊക്കെ കറുത്തുണ്ണി വെളുത്തുണ്ണി എന്നൊക്കെ വിളിച്ചു തുടങ്ങി. ഒരു പേരില്ലെങ്കിൽ പറ്റില്ല എന്ന് കണക്കാക്കി ഗർഗാചാര്യരെ അന്വേഷിച്ചിട്ടല്ല, ശാണ്ഡിലിനെ അന്വേഷിച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാ. പക്ഷെ അപ്പോഴേക്കും വസുദേവർ പറഞ്ഞയച്ച ആരെത്തി? ഗർഗാചാര്യർക്ക് മനസ്സിലായി ഇനി വൈകിയ തൻ്റെ ചാൻസ് നഷ്ടപ്പെടും. താനിവിടെ ഗർഗനായിട്ട് വന്നു തന്നെ പരബ്രഹ്മത്തിന് കൃഷ്ണൻ എന്ന് പേരിടാൻ വേണ്ടിയിട്ടാണ്. അപ്പം അതുകൊണ്ട് അത് പറ്റില്ല എന്ന് കണക്കാക്കി ഗർഗഃ പുരോഹിതോ രാജൻ യദൂനാം സുമഹാതപാഃ. യാദവന്മാരുടെ ആചാര്യനായിട്ടാണ് ആ ഗർഗാചാര്യർ. വ്രജം ജഗാമാനന്ദസ്യ. നന്ദരുടെ ആ വീട്ടിലെത്തി. ആര് പറഞ്ഞിട്ട്? വസുദേവ പ്രചോദിതഃ. വസുദേവരാണ് പറഞ്ഞത്. വസുദേവർ പറഞ്ഞയച്ചതാണ്. അങ്ങനെ വന്നു. പ്രത്യേകം വസുദേവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞയച്ച് വരികയെന്ന് പറയരുതേ ഒക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന് സംശയം തുടങ്ങും. അതുകൊണ്ട് വേണ്ട, ശരി അതൊന്നും പറയില്ല. അടുത്തൊരു ദിക്കിൽ ഉപനയനത്തിന് വന്നതാണ്. ഇവിടുന്ന് കുട്ടികൾ 2 പേര് ഇവിടെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് കണ്ടിട്ട് അനുഗ്രഹിച്ച് പോകാമെന്ന് കരുതി കയറിയതാണെന്നുള്ള മട്ടിൽ യാദൃച്ഛികമായിട്ട് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നന്ദരുടെ ഗൃഹത്തിലേക്ക് പ്രവേശിച്ചത്. നന്ദർ പറഞ്ഞു, അങ്ങയെ കണ്ടത് എനിക്ക് വലിയ സന്തോഷമായി. ഞാനൊരു മഹാത്മാവിനെ അന്വേഷിച്ചിറങ്ങിയതാ, ശാണ്ഡിലിനെ അന്വേഷിച്ചിറങ്ങിയതാ. പക്ഷെ അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഭഗവാന്റെ സങ്കല്പം ഇങ്ങനെ ഇരിക്കും. എന്ത് അല്ല, ഞാൻ എൻ്റെ ഉണ്ണിക്ക് പേരിടാൻ വേണ്ടി ഒരാളെ അന്വേഷിച്ചിറങ്ങിയതാണ്. പക്ഷെ അങ്ങയെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങയുടെ വംശത്തിൽപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. ആര്? ബലരാമനെ ഉദ്ദേശിക്കുന്നത്. കൃഷ്ണനും ഇയാളുടെ വംശത്തിൽ തന്നെയാണ്. ഏതായാലും ആ ഉണ്ണിക്ക് മാത്രമല്ല, എൻ്റെ ഉണ്ണിക്കും അങ്ങ് പേരിട്ടോളൂ. എന്നെ സംബന്ധിച്ചിട്ട് ഇന്ന ആൾ പേരിടണമെന്നൊന്നുമില്ല. വസുദേവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് പിന്നെ മഹാത്മാവാവണം, അത്രയേ ഉള്ളൂ. നല്ലൊരാളാവണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങൻ്റെ ഉണ്ണിക്ക് പേരിടണം. സന്തോഷമായി ഗർഗന്. ഗർഗന് പറഞ്ഞു, ആയിക്കോട്ടെ, പേരിടണമെന്നൊന്നും കുഴപ്പമില്ല. അങ്ങ് നിർബന്ധിച്ചത് കൊണ്ട് ഞാൻ പേരിടാം. ആര്? ഒന്നുമല്ല, അതിനെ ഇനി പോകുന്നതാണ്. എന്നാലും വിഷമമൊന്നുമില്ല. പിന്നെന്താ വെച്ചാൽ രഹസ്യമായിട്ടായിക്കോട്ടെ. കാരണം ഞാൻ യാദവന്മാരുടെ ആചാര്യനാന്നുള്ള കാര്യം പ്രസിദ്ധമാണ്. യാദവന്മാരുടെ ആചാര്യൻ ആരാ? ഗർഗർ എന്നെല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഇടയന്മാരെടുത്ത് വന്നിട്ട് ഈ 2 ഉണ്ണികൾക്ക് പേരിട്ടു എന്നുള്ള വാർത്ത നാളെ ഇതെങ്ങാനും പേപ്പറിൽ വന്നാൽ, കംസൻ അത് വായിച്ചാൽ, കംസൻ അല്ലെങ്കിലേ സംശയമുണ്ട്. കംസൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്തൊക്കെ പറഞ്ഞാലും ദേവകിയുടെ 8ാമത്തെ ഗർഭം പെണ്ണാവാൻ തരല്ല, എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു നടക്കുകയാണ്. വാസ്തവിക്ക് നമ്മൾ കാരണം ഈ കുട്ടികൾക്കൊരാപത്ത് വേണ്ടല്ലോ. അതുകൊണ്ട് രഹസ്യമായിട്ട് മതി, ആരും അറിയണ്ട. ഗോശാലയിൽ വെച്ചിട്ടാവാം. എവിടെ? ഇത്രയും നല്ലൊരു സ്ഥലം ലോകത്ത് വേറെ
ഇല്ല. അതാണ് അത്രയും ശുദ്ധമായ സ്ഥലം. പശുവിൻ്റെ പ്രത്യേകതയാണ്, മറ്റ് ജന്തുക്കളെ പോലെയല്ല. ചില ചോദിക്കാറുണ്ട് എന്താ അപ്പോൾ പശുവിന് എത്ര കണ്ട് പ്രത്യേകത, അതുപോലെ തന്നെയല്ലേ തിരുമേനി നായയും? അല്ല ഒന്നും പറയണില്ല. അപ്പം നായയും പശുവും ഒക്കെ ഒരുപോലെ തന്നെ, എല്ലാത്തിലും ബ്രഹ്മം ഒരുപോലെ തന്നെയാണല്ലോ. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ ഈ നായയോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു 10-1 പശുവിനോട് കാണിച്ചിരുന്നെങ്കിൽ, നായ മോശം പറഞ്ഞിട്ടില്ലേ, നായ മോശമൊന്നുമില്ല. പക്ഷേ പശുവിന് നായേക്കാൾ യോഗ്യത വ്യവഹാരത്തിലുണ്ട് എന്ന് പറയുന്നത്. ആത്യന്തികമായി നോക്കിയാൽ ഒക്കെ ബ്രഹ്മം, അതൊക്കെ വേറെ വിഷയം. പക്ഷേ അതല്ലാണ്ട് തന്നെ നോക്കൂ, നമുക്ക് വേണ്ടാത്തതൊക്കെ ആര് കഴിക്കും? പശു കഴിക്കും. വെള്ളം പുല്ലൊക്കെ കഴിച്ചു നമുക്ക് തരുന്നത് എന്താ? പാല് നമ്മൾ കുടിക്കാറില്ലേ? മറ്റു ജന്തുക്കളുടെ പാല് കുടിക്കാറുണ്ട്. അവരുടെ വിഷയം വരുന്നത് എവിടെയാണ്? പശുവിൻ്റെ പാല് നമ്മൾ കുടിക്കുന്നുണ്ട്, അത് തരുന്നത് അമൃതമാണ്. അത് അമൃത് തരണമെന്ന് മാത്രമല്ല, അതിൻ്റെ വിസർജ്യ വസ്തു പോലും ലോകത്തിന് ഉപകാരമാണ്. അതാണ് പ്രത്യേകത. അത് ഒഴിവാക്കുന്ന വസ്തു പോലും ലോകത്തിന് ഉപകാരമാണ്. പശുവിൻ്റെ ചാണകമായാലും ഗോമൂത്രമായാലും അത് ശ്രീലകം വരെ കൊണ്ടുപോവാം. എന്താണ്? ഒരു പ്രശ്നവുമില്ല. അത് ശുദ്ധം മാറലായിട്ടില്ല. പണ്ട് കാലത്തൊക്കെ എന്തെങ്കിലും ശുദ്ധം മാറിയാൽ നേരെയാക്കാൻ എന്താ എടുക്കുക? മിറ്റൊക്കെ തളിക്കുക. എന്തുകൊണ്ടാണ്? ചാണകം തളിച്ചാൽ അശുദ്ധാവുകയല്ല ചെയ്യുക, ശുദ്ധാവുക ചെയ്യുക. അതാണ് പ്രത്യേകത. എന്നാൽ നായയുടെ ചാണകം എടുക്കുമോ? വലിയ കേമ ജന്തു ആയിക്കോട്ടെ, അല്ല പറയണ എടുക്കില്ല. മനുഷ്യൻ്റെ പറയണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളെക്കാളൊക്കെ കേമാണെന്ത്? പശു. അത് പറയാൻ അത്രയും പറഞ്ഞത്. അതുകൊണ്ട് പശു എന്ന് പറഞ്ഞാൽ കുറച്ചൊരു യോഗ്യത കൂടുന്നു, കൂട്ടിക്കോളും. പണ്ടൊക്കെ എത്ര പശുക്കളുണ്ട് നോക്കിയിട്ടാണ് സമ്പത്ത് കണക്കാക്കുക. എന്താണ്? ആളുടെ കേമത്തം നോക്കുക. ഇന്നിപ്പോൾ വണ്ടി നോക്കില്ലേ, BMW ആണോ ബെൻസ് ആണോ, അത് പണ്ടതല്ല. പണ്ട് നോക്കുക എത്ര പശുക്കളുണ്ട്, അതാണ് നോക്കുക. അതാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ട് പശുക്കളെ കണക്കാക്കുക. ഏതായാലും അങ്ങനെ ഗോശാലയിൽ വെച്ചിട്ടാണ് ഈ പേരിടൽ ചടങ്ങ്. ആ കോട്ടവാതിൽ അങ്ങോട്ട് അടച്ചോളൂ, ഇനി അധികം ആരെയും ഇങ്ങോട്ട് കടത്തി വിടണ്ട എന്ന് പറഞ്ഞ് കുറച്ച് വൃദ്ധരായിട്ടുള്ള ഗോപസ്ത്രീകളും കുറച്ച് ഗോപന്മാരും മാത്രമേ അവിടെ ഉള്ളൂ. ബലരാമൻ എടുത്ത് മടിയിൽ വെച്ചു. രമയതീതി രാമഹ, എല്ലാവരെയും രമിപ്പിക്കുന്നവൻ രാമൻ എന്ന് പേരിട്ടു. നല്ല കനണ്ടേ. ബലാധിക്യാത് ബലം വിദുഹു, നല്ല ബലമുള്ളത് കൊണ്ട് ബലരാമൻ എന്ന് പേരിട്ടു. എല്ലാവരെയും യോജിപ്പിക്കുന്നവനാണ്. ആരെയും കലഹിച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെ കലഹമായിട്ട് നിൽക്കരുത്, ക്ഷയ്ക്കൻ്റെ കൊടുക്കൂ, ഇനി ആലോചിക്കൊന്നും ഉണ്ടാവില്ല പറയൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരെയും യോജിപ്പിക്കുന്നവനാണ് ആരും? അദ്ദേഹം. അതുകൊണ്ട് സംഘർഷണൻ എന്നൊക്കെ പേരിട്ടു. ആ ഉണ്ണിയെ അങ്ങോട്ട് മാറ്റിക്കടത്തി കൃഷ്ണനെ എടുത്ത് മടിയിൽ വെച്ചു. പരബ്രഹ്മത്തെ മടിയിൽ വെച്ചാലുള്ള അവസ്ഥ പിന്നെ പറയണോ? ഗർഗാചാര്യർക്ക് രോമാഞ്ചം, ആനന്ദ കണ്ണീര്. അദ്ദേഹം സമാധിയിൽ അങ്ങനെ ഇരുന്നു. പിന്നെ കണ്ണു തുറന്നു. വിശ്വം വിഷ്ണുർവഷട്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതകൃത് ഭൂതപ്രതുഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി. ഒരു 20 മിനിറ്റ്. അപ്പോഴും നന്ദഗോപുര കരുതിയത് എന്താ വെച്ചാൽ സഹസ്രനാമം ജപിക്കാവും. എന്തായാലും പേരിടാൻ പോലെ നല്ലൊരു കാര്യമല്ലേ, സഹസ്രനാമം ജപിച്ചിട്ടാവാം എന്ന് കരുതിയിരിക്കുന്ന വിചാരിച്ചത്. പക്ഷേ അതല്ല ഉണ്ടായത്. എല്ലാം കഴിഞ്ഞു. സർവപ്രഹരണായുധ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചു, അല്ല പേരിടണ്ടേ? ഇതൊക്കെ പിന്നെ എന്താ നന്ദഗോപുരെ, ഇതൊക്കെ പേരാണ്. സഹസ്രനാമോവാ അനന്തനാമോ സ്യാത്. എത്ര നാമങ്ങളുണ്ട് ഇയാൾക്ക്? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നാമം അങ്ങ് വിളിച്ചോളൂ, അങ്ങക്ക് ഇഷ്ടമുള്ളത്. ഇപ്പം എത്ര എണ്ണം പറഞ്ഞു, ഇതൊന്ന് വിളിച്ചോളൂ. നന്ദഗൗരി പറഞ്ഞു, അത് പറ്റില്ല, ഇതൊന്നും ഇപ്പോൾ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റിയ പേരായിട്ട് തോന്നണില്ല. ഞങ്ങൾ തനി സാധാരണക്കാരാണ്, വലിയ പഠിപ്പൊന്നും ഇല്ലാത്തവരാ. പ്രത്യേകിച്ച് ഇവിടുത്തെ ഗോപികളൊക്കെ ഇതിൽ പറഞ്ഞ പേരൊക്കെ വിളിക്കാൻ പുറപ്പെട്ടാൽ ഭൂതഭവ്യ ഭവത് പ്രഭു ഇങ്ങനെ ഉണ്ടാവും. എന്ന് പറയണം തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അത്ര എളുപ്പമല്ല. രാവിലെ കൃഷ്ണനെ വിളിക്കുകയാണ്, ഗോപസ്ഥലൊന്ന് വിളിക്കുക. എങ്ങനെ വിളിക്കുക? ഭൂതഭവ്യ ഭവത് പ്രഭു. പറ്റുമോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള പേര് വേണമെന്നില്ല. ഞങ്ങൾ തന്നെ സാധാരണക്കാരല്ലേ, നീട്ടി വിളിക്കാൻ പാകത്തിന് ഒരു 2 അക്ഷരത്തിലധികം വേണ്ട, അതും ഘോഷമൊന്നും വേണ്ട. ഘോഷം എന്ന് പറഞ്ഞാൽ ഘ ഝ ഠ ധ ഭ, അത് പറയണ വെച്ചാൽ അധ്വാനമുണ്ട്. മറ്റൊന്നും പറയണ വലിയ അധ്വാനമില്ല. ക എന്ന് പറയാൻ അധ്വാനമില്ല. നേരെ മറിച്ച് ഖ എന്ന് പറയാനും അധ്വാനമുണ്ട്, ഘ എന്ന് പറയാനും അധ്വാനമുണ്ട്. അതുകൊണ്ട് നമ്മളത് പറയാറില്ല. അധികം പേര് അത് പറയാറില്ല. ഭഗവത്തെ എന്നേ പറയുള്ളൂ. ഭ എന്ന് പറയുന്ന അധ്വാനമുണ്ട്, കുറച്ച് പണിയുണ്ട് എന്നാണ്. നമ്മൾ മടിയന്മാരായതുകൊണ്ട് അതൊന്നും അങ്ങനെ വേണം. ഈ 2 അക്ഷരം പോലെ അധികം വേണം. അപ്പം മൃദു, ഖരം, അതിഖരം, മൃദു, ഘോഷം അങ്ങനെ പറയാം. ക എന്ന് പറഞ്ഞാൽ ഖരം, അതിഖരം എന്ന് പറഞ്ഞാൽ ഖ, മൃദു പറഞ്ഞാൽ ഗ, അത് മൃദുവാണ്. ഘോഷം എന്ന് പറഞ്ഞാൽ ഘ. ഇന്നിപ്പോൾ സ്കൂളിൽ അങ്ങനെയൊന്നുമില്ല. കായിക്ക കായിക്ക ങ, ഇത്രയേ ഉള്ളൂ. കുട്ടികൾ ചോദിക്കും നമ്മൾ ഖ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ കായ മാഷേ,
ഇവർക്കൊരു കായുള്ളൂ. അത് രണ്ടാമത്തതാകുമ്പോൾ ഇങ്ങനെ, മൂന്നാമത്താകുമ്പോൾ ഇങ്ങനെ, അല്ലാതെ അങ്ങനെയൊക്കെയായി കാലം. വല്ലാത്തൊരു പോക്കാണ്. പണ്ടങ്ങനെയല്ല. പണ്ട് കുട്ടിക്കാലത്ത് തന്നെ പറഞ്ഞ് എന്ത് ചെയ്യും. പണ്ടൊക്കെ അങ്ങനെ. പണ്ട് അച്ഛാ വിളിച്ചാൽ തിരിഞ്ഞു നോക്കില്ല. അച്ഛൻ പറയും അച്ഛാ വരട്ടെ, അവിടെ ശ്രദ്ധിക്കും. രണ്ടാമത്തെ അച്ഛാ വന്നിട്ടില്ല, വന്നു വെച്ചാൽ തിരിഞ്ഞു നോക്കുള്ളൂ, അവിടെ ശ്രദ്ധിക്കും. ഇത് കുറച്ച് പ്രായം കഴിഞ്ഞാൽ പിന്നെ പിടിക്കാൻ പറ്റില്ല. കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തൊരു പണിയാ ഭാഗവതം വായിക്കാനല്ലേ. ചിലർ തിരിച്ചുകൊണ്ട് ഭാഗവതം എന്നേ ഉള്ളൂവെങ്കിലും ചിലരെന്ത് ചെയ്യും ഭാഗവതം, വധം വേറെയാണ്, വധിച്ച അങ്ങനെയാലും വയ്യ, നന്നായിക്കോട്ടെ കരുതിയിട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റും. അത് വധം വേറെ, എത്ര വേണ്ട, വേണ്ട ദിക്കിൽ വേണം താനും. ഭാഗവതം, ഭ ഘോഷാണ്, ഗ മൃദുവാണ്, ത ഖരാണ്. അപ്പം അങ്ങനെ ശ്രദ്ധിച്ചൊക്കെ വേണമെന്നർത്ഥം. അപ്പം അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള പദമൊന്നും ഇല്ലാത്ത നീട്ടി വിളിക്കാൻ പാകത്തിനൊരു പേര് മതി എന്ന് പറഞ്ഞ സമയത്ത് കണ്ണടച്ചു. കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കാൻ വയ്യ, പേരിട്ടില്ലല്ലോ. ഭഗവാനെ എന്ത് പേരാ ഞാൻ അങ്ങേക്ക് ഇടേണ്ടത്? ഇനി ഞാൻ ഈ വിളിക്കുന്ന പേരാണ് അങ്ങയെ എല്ലാവരും വിളിച്ച് ആശ്രയിക്കുക. എങ്ങനെയുള്ള പേരാ അങ്ങേക്ക് ഇടണ്ടു? അങ്ങ് തന്നെ ഒരു ക്ലൂ തരുമോ? എന്ത് പേരാടണ്ടു? ഭഗവാൻ ഒരു ക്ലൂ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ നീണ്ട താടി തൻ്റെ മുഖത്തു എന്ന് പറയുന്നുണ്ടേ. കുട്ടികൾക്ക് ഈ താടി, അതുപോലെ കീശയിലുള്ള പെന്ന്, മൂക്കിൻ്റെ മുകളിൽ വെച്ച കണ്ണട, ഇതൊക്കെ കുട്ടികൾക്ക് വലിയ രസമുള്ള കാര്യമാണ്, പിടിച്ചു വലിക്കും. തൻ്റെ ആ നീണ്ട താടി, വെഞ്ചാമരം പോലുള്ള താടി പിടിച്ചു വലിച്ച സമയത്ത് പെട്ടെന്ന് കണ്ണു തുറന്നു, പേര് കിട്ടി. പിടിച്ചു വലിക്കുന്നവൻ കൃഷ്ണ, കർഷയതി ആകർഷിക്കുന്നവൻ, എല്ലാവരെയും തന്നിലേക്ക് പിടിച്ചു വലിക്കുക, വേണ്ടാന്ന് കരുതി പോണവരെയും പിടിച്ചു നിർത്തുക. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. പലരും എത്രയോ നമ്മളെന്നെ കേട്ടിട്ടുണ്ട്. ഭാഗവതം കുറച്ചു നേരം കേട്ട് പോകാമെന്ന് വിചാരിച്ചതാ, ഉച്ചയ്ക്ക് പോകാൻ വിചാരിച്ചതാ, പിന്നെ അങ്ങനെ ഇരുന്നു. വൈകുന്നേരം പോകാൻ വിചാരിച്ചതാ, ഒരു പോകുന്നില്ല. അത് അവരുടെ ഇതല്ല. കർഷയതി കൃഷ്ണ, പിടിച്ചു വലിക്കുന്നവൻ, വേണ്ടാന്ന് വെച്ചവനെയും തന്നിലേക്ക് പിടിച്ചു വലിക്കുന്നവനാണെന്നുള്ളത് കൊണ്ട് ഭഗവാന് കൃഷ്ണൻ്റെ പേര്. അത് മാത്രമല്ല, പിന്നെയും കുറേ അർത്ഥങ്ങളുണ്ട്. കൃഷി എന്നുള്ള ധാതുവിന് സത്ത് എന്നർത്ഥമുണ്ട്, ണ എന്നുള്ള അക്ഷരത്തിന് ആനന്ദം എന്നർത്ഥമുണ്ട്. അപ്പം സത്താനന്ദം, അതിൽ ചിത്തം കൂടി ചേർത്താൽ ബ്രഹ്മത്തിൻ്റെ ലക്ഷണമായി. സച്ചിദാനന്ദം ബ്രഹ്മ, താല്പര്യം ബ്രഹ്മം എന്നർത്ഥം. ആശ്രയിക്കുന്നവർക്ക് ആനന്ദം കൊടുക്കുന്നവൻ കൃഷ്ണ. ഇങ്ങനെ കൃഷ്ണൻ എന്ന് പേരിട്ടു. കുറച്ച് കറുത്ത നിറമുള്ളത് കൊണ്ടും കൃഷ്ണൻ. അത് അവനവൻ്റെ പഠിപ്പിനനുസരിച്ച്, വിവരമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മനസ്സിലാക്കാം. ഒന്നുമില്ല, കറുത്ത നിറമുള്ളവൻ കൃഷ്ണൻ, അങ്ങനെ എടുക്കാം. അങ്ങനെ വെച്ചാൽ ആ മട്ടിലാണ്. അങ്ങനെ അനവധി അർത്ഥമുള്ള മനോഹരമായിട്ടുള്ളൊരു പേര് ഭഗവാന് ഇട്ടുകൊടുത്തു. ഇവനെ ആശ്രയിച്ചോളൂ, ദുഃഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ നന്ദഗോപരെ അനുഗ്രഹിച്ചു. നന്ദഗോപര് ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അനുഗ്രഹിച്ച് ഗർഗാചാര്യർ പോയി. പിന്നെ ഈ കുട്ടികളുടെ പലതരത്തിലുള്ള ലീലകളാണ്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് അവർ മുട്ടുകുത്താൻ തുടങ്ങി. കാലേന വ്രജതാൽപേന ഗോകുലേ രാമകേശവൗ ജാനുഭ്യാം സഹ പാണിഭ്യാം, ജാനുഭ്യാം പാണിഭ്യാം സഹ. ജാനുഭ്യാം പാണിഭ്യാം സഹ. ജാനു പറഞ്ഞാൽ മുട്ട്, അപ്പോൾ ഇവിടെ കാൽമുട്ട്, പാണി പറഞ്ഞാൽ കയ്യ്. കാലിൻ്റെ മുട്ടും കയ്യും ചേർത്ത് അവർ നടക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പാണിഭ്യാം സഹ ജാനുഭ്യാം, ജാനുഭ്യാം സഹ പാണിഭ്യാം രിംഗമാണൗ വിചഹ്രതു. അവർ അധികം വൈകാതെ തന്നെ, അതാണ് കാലേന വ്രജത അല്പേന, വ്രജത അല്പേന കാലേന, അധികം ആയിട്ടില്ല, ഒക്കെ നേരത്തെയായിരുന്നു. മുട്ടുകുത്താറൊന്നും ആയിട്ടില്ല, അതിന് മുന്നേ മുട്ടുകുത്താൻ തുടങ്ങി. നടക്കാറൊന്നും ആയിട്ടില്ല, പക്ഷെ അതിന് മുന്നേ നടക്കാൻ തുടങ്ങി. ഒക്കെ പെട്ടെന്നായിരുന്നു. എന്തെത്ര പെട്ടെന്ന്, എത്ര ദിക്കിൽ വെണ്ണയും പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ആരാ പോയി കക്കേണ്ടത്? നമ്മളല്ലേ. അതുകൊണ്ട് വൈകണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ആവാമെന്ന് കരുതി ഒക്കെ പെട്ടെന്നായിരുന്നു പരീക്ഷത്തെ. അവർ മുട്ടുകുത്തി നടക്കും. ഏട്ടനും അനിയനും കൂടി മുട്ടുകുത്തി നടക്കും. നല്ല പൊഞ്ചിലമ്പൊക്കെ കാലിൽ നല്ല പാദസരമൊക്കെ അണിയിച്ചിട്ടുണ്ട്. മുട്ടുകുത്തി നടക്കുന്ന സമയത്ത് പാദസരത്തിൻ്റെ ശബ്ദം എങ്ങനെ കേൾക്കും? ഇത് എവിടുന്നാ കേൾക്കണോ മനസ്സിലാവണില്ല. മുട്ടുകുത്തൽ നിർത്തിയാൽ ശബ്ദം നിൽക്കും. ഇതിപ്പോൾ എവിടുന്ന് ഈ ശബ്ദം വരണു? പിന്നെ മുട്ടുകുത്തുമ്പം തൻ്റെ കാലിലെ പാദസരത്തിൻ്റെ ശബ്ദമാണ്, നിർത്തുമ്പം ശബ്ദവും നിൽക്കും. ഇത് എവിടുന്നാ മനസ്സിലാവണില്ല. പെട്ടെന്ന് ഏട്ടൻ നടന്നങ്ങോട്ട് പോയപ്പോഴാണ്, ഓ ഏട്ടൻ്റെ കാലിൽ നിന്നാണ് ഈ ശബ്ദം. ഏട്ടൻ്റെ കാല് തൊട്ട് നോക്കുന്നു, ആ ശബ്ദം, ആ പാദം കിളിക്ക് നോക്കുന്നു. ഇത് രണ്ടും, ഈ രണ്ട് കുട്ടികളുടെയും ലീലകൾ അമ്മമാർ രണ്ടുപേരും ദൂരത്തുനിന്ന് നോക്കിക്കാണും. ഐ സബലമുരാരേ പാണിജാനു പ്രചാരൈഹി കിമഭി ഭവന ഭാഗാൻ ഭൂഷയന്തൗ ഭവന്തൗ. ഇടയ്ക്ക് മുട്ടുകുത്തി പോയി അടുത്തുള്ള വീടുകളുടെ മുന്നിലൊക്കെ പോയി നിൽക്കും.
എന്നാൽ അവർക്ക് വിഷമമുണ്ടോ? തങ്ങളുടെ വീടിൻ്റെ മുന്നിൽ കൃഷ്ണനും രാമനും വന്ന് നിൽക്കുമ്പം അവർക്ക് സന്തോഷമേ ഉള്ളൂ. അവർ ഫോട്ടോ എടുക്കും, കൃഷ്ണൻ വന്നു എന്ന് പറഞ്ഞാൽ അവർക്കത് സന്തോഷമാണ്. അപ്പം വീടിന് ഭംഗി കൂടിയതുപോലെ ഇന്നലെ വരെയുള്ളതുപോലെയല്ല. കൃഷ്ണനും രാമനും നിൽക്കുമ്പം ഭൂഷയന്തൗ ഭവന്തൗ, നമ്മുടെ വീടിനൊന്നും കൂടി ചന്തം കൂടിയില്ല. അവരങ്ങനെ വന്ന് നിൽക്കുമ്പോൾ വീടിന് ഭംഗി കൂടിയതുപോലെ അവർക്ക് സന്തോഷമേ ഉള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞു, പിന്നെ അവർ നിൽക്കാൻ ഓടാനൊക്കെ പഠിച്ചു. പശുക്കുട്ടി വെള്ളം കുടിക്കുമ്പോൾ അതിൻ്റെ തല പോയി പിടിക്കും. വെള്ളം കുടിച്ച് തല പൊന്തിക്കുമ്പോൾ ആര് കൂടെ നിൽക്കും? അതിൻ്റെ തല പിടിച്ചുകൊണ്ട് കൃഷ്ണനും നിൽക്കാൻ പഠിച്ചു. ഓടാൻ പഠിച്ചത് പശുക്കുട്ടിയുടെ വാല് പിടിക്കും. അമ്മ പശുവിൻ്റെ പിന്നാലെ പശുക്കുട്ടി ഓടുമ്പോൾ പിന്നാലെ ആരും ഓടും? കൃഷ്ണനും ഓടും. അങ്ങനെ ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു. അവിടെ കിണറിലേക്ക് നോക്കിയിട്ടുള്ള കളികൾ. അമ്മേ, ഒരു വാവ എന്നെ വിളിക്കുന്നുണ്ട് കളിക്കാൻ, ഞാൻ പോയാലോ? കൃഷ്ണൻ തന്നെയാണ്, പ്രതിബിംബം കണ്ടിട്ടാണ്. എന്ത് പറയണം എന്നറിയില്ല. പല പണികളും ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാവും ഈ കാഴ്ച കാണുക. എങ്ങനെയാ അപ്പം കൃഷ്ണനെ അവിടുന്ന് മാറ്റുക? വെണ്ണ തരാം, പാല് തരാം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണനെ കൊണ്ടുവരും. അങ്ങനെ വെണ്ണ തരാം എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണൻ്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുപോകും. ഇങ്ങനെ പലതരത്തിലുള്ള ശൃംഗ്യഗ്നിദംഷ്ട്ര്യാസി ജലദ്വിജ കണ്ടകേഭ്യ, അഗ്നി കൊണ്ടുള്ള കളികൾ. അടുപ്പിൽ തീ കൂട്ടിക്കഴിഞ്ഞാൽ കൊള്ളിയെടുത്തിട്ട് ചുമരിൽ കുത്തിയിട്ട് തീപ്പൊരി കണ്ട് കളിക്കുക. കത്തിയെടുത്ത് കഴിഞ്ഞാൽ രണ്ടുപേർക്കും തലഭാഗം പിടിക്കണം എന്നാ മോഹം. രാമേട്ടനും വേണം തലഭാഗം, കൃഷ്ണനും വേണം തലഭാഗം. അത് കണ്ട് അമ്മ വന്ന് വെണ്ണ തരാം, പാല് തരാം എന്ന് പറഞ്ഞെടുത്ത് മാറ്റുന്നു. അവർക്കറിയില്ലല്ലോ അച്ഛേദ്യോം അദാഹ്യോയം, ഛേദിക്കാൻ പറ്റില്ല, മുറിക്കാൻ പറ്റില്ല, ദഹിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം അവർക്കറിയില്ല. സാധാരണ കുട്ടികളെന്നല്ലേ വിചാരം. കുറച്ചും കൂടി കണ്ട് കഴിഞ്ഞപ്പം കക്കാനും തുടങ്ങിയോന്ന് സംശയം. രാവിലെ ആയി കഴിഞ്ഞാൽ യശോദയുടെ മുറ്റത്ത് ഗോപസ്ത്രീകളുടെ തിരക്കാണ്. നിർമ്മാല്യം തൊടാൻ എന്താ ക്യൂ. അവരങ്ങനെ വരിക്ക് നിൽക്കുകയാണ്, കൃഷ്ണനെ കാണാൻ നിൽക്കുകയാണ്. പറയുമ്പോൾ അവരത് പറയില്ല. പലരും അങ്ങനെ ഉണ്ട്. ഇപ്പം ഭാഗവതം സപ്താ ഇവിടെയൊക്കെ ഗുരുവായൂരൊക്കെ തൊഴാൻ വരുന്ന പലരും നമ്മളെന്നെ നാട്ടിൽ ഇവർ അമ്പലത്തിൽ നിന്നും പോവില്ല. അപ്പോൾ ഗുരുവായൂരിലൊക്കെ പ്രശ്നം വയ്ക്കുമ്പോൾ ചിലരെ കാണുമ്പോൾ നമ്മൾ ചോദിക്കും, എന്താ ഇപ്പം ഇവിടെ ഒന്നുമില്ല. ചാവക്കാട് കോടതിയിൽ പോയപ്പോൾ ഒന്ന് ഇവിടെ ഒന്ന് കയറി തൊഴാൻ വരിക പറഞ്ഞ ഒരു കുറവാണ്, പറയാൻ വയ്യ. സംഗതി എന്താണ്? സംഗതി അത് പറയില്ല. ഇതുപോലെ ഈ ഗോപികൾ ഭഗവാനെ തൊഴാനാണ് വരുന്നത്, പക്ഷെ പറയില്ല. പറയുമ്പോൾ ചോദിച്ചാൽ ഇന്നലെ കൃഷ്ണൻ വന്ന് 2 കലം പൊട്ടിച്ചേ, ആ പരാതി പറയാൻ വന്നതാ. അല്ലല്ല, പരാതി പറയുന്നുണ്ട്, പക്ഷെ മുഖ്യം എന്താ? കൃഷ്ണനെ കാണുക. ഇതുപോലെ ആ ഗോപികമാർ ധാരാളം പേരങ്ങനെ വന്ന് നിൽക്കും. അവരൊക്കെ പറയും, കേൾക്കാൻ ഒരാളേ ഉള്ളൂ, യശോദ മാത്രം. സാധാരണ ഒരാൾ കഥ പറയും, 100 പേര് കേൾക്കുക, ഇങ്ങനെ പതിവ്. ഇത് തിരിച്ചാ, 100 പേര് പറയുക, ഒരാൾ കേൾക്കുക. വത്സാൻ മുഞ്ചൻ ക്വചിദസമയേ ക്രോശസഞ്ജാതഹാസഃ. ദേവകി യശോദേ, വത്സാൻ മുഞ്ചൻ ക്വചിദസമയേ, നിൻ്റെ മകൻ ഇന്നലെ ചെയ്തത് എന്താണെന്ന് പറയട്ടെ. ആ സമയത്ത് വന്ന് പശുക്കുട്ടികളെ അഴിച്ചുവിട്ടു. ആ സമയത്ത് വന്ന് അഴിച്ചുവിട്ടാൽ എന്താ ഉണ്ടാവും നിനക്കറിയില്ലേ? ഞങ്ങളൊക്കെ പാലും മണ്ണിയും തൈരും വിട്ട് ജീവിക്കുന്നവരല്ലേ. ബക്കറ്റുമായിട്ട് പാല് കറക്കാൻ പോയ സമയത്ത് പാലൊന്നുമില്ല. എന്തിനാ കൃഷ്ണ നീ ഈ പശുക്കുട്ടികളെ അഴിച്ചുവിട്ടത് ചോദിച്ചാൽ കൃഷ്ണൻ്റെ മറുപടി, അമ്മേ, ഞാനിവിടെ അവതരിച്ച് തന്നെ ജനങ്ങളെ മുഴുവൻ അഴിച്ചുവിടാൻ. ഇനി മതി അവർ ക്ലേശിച്ചത്. എല്ലാവരെയും പ്രശ്നങ്ങളിൽ നിന്ന് അഴിച്ചുവിടുക. അതാണ് മുക്തി. എന്താ പറയുക? മുക്തി ആണ്, മോക്ഷം. എല്ലാ കെട്ടും അങ്ങോട്ട് പൊട്ടിച്ച് കളയുക. എല്ലാവരും സ്വതന്ത്രരാവട്ടെ, സന്തോഷമായിട്ടിരിക്കട്ടെ. അതിനാണ് അവതരിച്ചത്. അത് ഇവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങുക. എവിടുന്ന്? ഈ പശുക്കുട്ടികൾ കെട്ടിൽപ്പെട്ട് കിടക്കുന്നത് കാണുമ്പോൾ സങ്കടം. അവിടുന്ന് തന്നെ അങ്ങോട്ട് തുടങ്ങാൻ വിചാരിച്ചു. ഇതാണ് ഭഗവാന്റെ മറുപടി. ഇനി പാലൊക്കെ പശുക്കുട്ടികൾ കുടിച്ചില്ലേ ചോദിച്ചാൽ കൃഷ്ണൻ പറയണത്, അതല്ലേ അമ്മേ വേണ്ടത്. ഞാനിവിടെ അവതരിച്ചത് ധർമ്മത്തെ സ്ഥാപിക്കാനല്ലേ. എന്താണ്? ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തെ സ്ഥാപിക്കാനാണ് അവതരിച്ചത്. അമ്മയുടെ പാല് കുട്ടികൾക്ക് അവകാശപ്പെട്ടതല്ലേ? എന്താ അഭിപ്രായം? അമ്മയുടെ പാല് കുടിക്കുന്നത് ഞാനാണ്, അമ്മയുടെ കുട്ടി ഞാനല്ലേ. പശുവിൻ്റെ കുട്ടിയാരാ? പശുക്കുട്ടിയല്ലേ. അപ്പം പശുവിൻ്റെ പാല് കുടിക്കേണ്ടതാരാ? അതല്ലേ ന്യായം. ഇങ്ങനെയാണ് ഭഗവാന്റെ രീതി. വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ. എന്നാലും അസമയത്ത് അഴിച്ചു വിട്ടത് ശരിയായില്ല പറഞ്ഞാൽ അസമയമാണോ സമയമാണോ എന്ന് ആർക്കാ അറിയാമേ? അത് തീരുമാനിക്കേണ്ടത് ആരാ? തീരുമാനിക്കേണ്ടത്? നമ്മളിപ്പോൾ അഴിച്ചു വിട്ടാൽ സമയത്താണോ അസമയത്താണോ നമ്മളാ തീരുമാനിക്കുക ആണോ? എന്നാലും അകാലത്തിൽ പൊലിഞ്ഞു പോയി അല്ലേ? അകാലമാണോ? നമുക്ക് തോന്നുകയാണ് അകാലം എന്ന്. ഭഗവാൻ പറയും കാലത്തിൽ തന്നെയാണ്. ഞാൻ അവരുടെ പ്രാരബ്ധമൊക്കെ നോക്കി കൃത്യം കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അഴിച്ചു വിട്ടതാ. അത് ഭഗവാനല്ലേ തീരുമാനിക്കുക. നമുക്കറിയില്ല എന്നർത്ഥം. ഓരോ ജീവൻ്റെയും പ്രാരബ്ധം നമുക്കറിയും. നമ്മളങ്ങനെ കണക്കാക്കും. അവരെന്തൊക്കെ കർമ്മം ചെയ്ത് നമുക്കറിയും. നമുക്ക് ഈ ജന്മത്തിലുള്ളതല്ലേ കുറച്ചൊക്കെ നമ്മൾ ചെയ്തത് മാത്രമേ നമുക്കറിയുള്ളൂ. അല്ലാതൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ശരിയും തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ആ സംഭവിച്ചത് ശരിയായോ തെറ്റായോ ചോദിച്ചാൽ നടന്നു വെച്ചാൽ നടക്കേണ്ടത് നടന്നു. എന്താണ്?
അത്രേ പറയാൻ പറ്റുള്ളൂ. അതല്ലാണ്ട് നമുക്കൊന്നും അറിയില്ല. വത്സാൻ മുഞ്ചൻ ക്വചിത് അസമയേ ക്രോശസഞ്ജാതഹാസഃ സ്ഥേയം സ്വാദു അത്യതദധിഭയകൽപിതൈഃ സ്ഥേയയോഗൈഃ. സ്ഥേയയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം, ധ്യാനയോഗം, അതുപോലൊരു യോഗം സ്ഥേയയോഗം. സ്ഥേയം എന്ന് പറഞ്ഞാൽ കളവ്. കളവ് തന്നെ ഒരു യോഗമാക്കിയാൽ മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേന്നാത്തി ഭാണ്ഡം ഭിനത്തി. ഒരു ഗോപി പറയണത് എന്താ വെച്ചാൽ, അവനെടുക്കണതിന് എനിക്കൊരു പരാതിയില്ല, അവനെടുത്തോട്ടെ കഴിച്ചോട്ടെ, പക്ഷേ അവൻ ഈ കുരങ്ങനെ കൊടുക്കണത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കൃഷ്ണൻ പറഞ്ഞ, അമ്മേ ഞാനത് കുരങ്ങനെന്ന് മനസ്സിലാക്കിയില്ല. ഞാൻ അവളുടെ വീട്ടിൽ നിന്ന് വെണ്ണെടുത്ത് പോകുമ്പോൾ ആ വെള്ളക്കസേരയിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി അവളുടെ ഭർത്താവാണ്. അവൾക്ക് സന്തോഷമായിക്കോട്ടെ കരുതിയിട്ട് ലേശം കൊടുത്തതാ. അത് കഴിഞ്ഞ് മുറ്റത്തിറങ്ങിയപ്പം അവിടെ ഇരിക്കുന്നുണ്ട് ആര്? ഭർത്താവ്. രണ്ടും ഒരേ ഛായ. അതെൻ്റെ കുറ്റാണോ? ആ ഗോപിക പറയും, ഇതാണ് മറ്റേ പ്രശ്നം. അപ്പം കൊടുത്തതും പോരായിട്ട് ജാതി വർത്തമാനാണ് പറയുക. മർക്കാൻ ഭോക്ഷ്യൻ വിഭജതി സചേതനാത്തി ഭാണ്ഡം ഭിനത്തി. ഇനി എങ്ങാനും കൃഷ്ണൻ എടുക്കണ്ട, കൃഷ്ണൻ വന്നിട്ടേ പറ്റിക്കപ്പെടട്ടെ, കൃഷ്ണൻ ഇവിടെ വന്നിട്ട് വെണ്ണ ഇല്ലാണ്ട് കൃഷ്ണൻ കഷ്ടപ്പെടണമെന്ന് കാണാം എന്നൊക്കെ കരുതി ചിലർ പാത്രം മാത്രം വയ്ക്കും, ഉറിയൊക്കെ കെട്ടി തൂക്കും, അതിൽ വെണ്ണൊന്നും വയ്ക്കില്ല. ഇനി അങ്ങനെ എങ്ങാനും വെറുതെ പാത്രം വെച്ചാൽ എന്താ ഉണ്ടാവുക? നാത്തി ഭാണ്ഡം ഭിനത്തി. പിന്നെ അവിടുത്തെ പാത്രങ്ങളുടെ കാര്യം പറയണ്ട, അവിടെയുള്ള സകല മൺകലങ്ങളും തെരഞ്ഞു പിടിച്ച് പൊട്ടിക്കും. ഗോപി വന്ന് പരാതി പറയുമ്പം യശോദ പറയും, നീ ഇങ്ങനെ പൊട്ടിച്ചു 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 എന്ന് പറയല്ലേ. അത് കേൾക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. എണ്ണം പറഞ്ഞാൽ മതി, 12. ഓ അത്രയും സ്വർണത്തിൻ്റെ പാത്രം കണ്ട് തന്നേക്കാം പോരെ, സ്വർണത്തിൻ്റെ പാത്രം കണ്ട് തന്നേക്കാം. അപ്പം ഗോപി ചോദിക്കണം, സ്വർണത്തിൻ്റെ പാത്രത്തിൽ അരി വെക്കാൻ പറ്റുമോ? യശോദ, നീ എന്താ ഈ പറയണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ സ്വർണത്തിൻ്റെ പാത്രമൊക്കെ വാങ്ങി അവർക്കത് കൊണ്ട് പോകുമ്പോൾ ലേശം മടിയൊക്കെ ഉണ്ട്. ഇനി സ്വർണത്തിൻ്റെ പാത്രം ഇവിടെ വന്ന് വാങ്ങി പോകുമ്പോൾ കൃഷ്ണൻ എങ്ങാനും ഇനി നാളെ മുതൽ തങ്ങളുടെ വീട്ടിലേക്ക് വരാണ്ടിരിക്കുമോ? എൻ്റെ അമ്മയെ പറ്റിച്ച് സ്വർണ്ണപാത്രം കൊണ്ടുപോകാനേ, ഇനി ഞാൻ അങ്ങോട്ടില്ലാന്നെങ്ങാനും വിചാരിക്കുമോ എന്ന് കരുതി അവരാ പാത്രം എടുത്ത് പോണ സമയത്ത് ദയനീയമായിട്ട് ഭഗവാനെ നോക്കും. ഭഗവാൻ അവരെ നോക്കി പുഞ്ചരിക്കും, ഒരു കുഴപ്പമില്ല, നിൻ്റെ ഇല്ലായ്മ ഞാൻ കണ്ടോണ്ടാ, കൊണ്ടുപോയിക്കോ, നാളെ അവിടേക്ക് വരും, പേടിക്കണ്ട. നാത്തി ഭാണ്ഡം ഭിനത്തി. ഇതാണ് സോഷ്യലിസം. എല്ലാവരും ഉള്ളവരാക്കുക. തൻ്റെ വീട്ടിൽ കുറേ ഉണ്ടേ, എല്ലാവരിലും എത്തട്ടെ. ഒന്ന് തിരിച്ചാൽ എല്ലാവരും ഇല്ലാത്തവരാക്കുക, എന്നാലും ഒരുപോലെ ആയല്ലോ. അങ്ങനെയല്ല, എല്ലാവരും ഉള്ളവരുണ്ടാ. തൻ്റെ അടുത്ത് കുറേ ഉണ്ട്, എല്ലാവരിലും എത്തട്ടെ. നാത്തി ഭാണ്ഡം ഭിനത്തി ദ്രവ്യാലാഭേ സഗൃഹകുപിതോയാത്യുപക്രോശ്യതോകാൻ. ചെറിയ കുട്ടികളെ വന്ന് ഉപദ്രവിക്കുക. ഒരു 4 മാസമായ കുട്ടിയൊക്കെ എന്ത് തെറ്റാ ചെയ്തത് അല്ലേ? അതങ്ങനെ കീപ് എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയൊക്കെയോ ആ അച്ഛനും അമ്മ ഇതിനൊന്നും ഉറക്കി. ഒരു 2 മണിയുണ്ട് ഉറക്കാൻ, രാത്രി 8 മണിക്ക് തുടങ്ങിയത് ഉറക്കാൻ. അത് ഉറങ്ങണ്ടേ, അതിങ്ങനെ കരഞ്ഞ് വാശി പിടിക്കുക. അവസാനം അങ്ങനെ 2-2:30 ആകുമ്പോഴേക്കും അങ്ങോട്ട് ഉറങ്ങി. അങ്ങനെ അതിനെ അങ്ങോട്ട് കിടത്തി ഈ അച്ഛനും അമ്മയും അങ്ങോട്ട് കിടക്കാൻ പുറപ്പെട്ടപ്പോഴേക്കും കൃഷ്ണൻ ശബ്ദം ഉണ്ടാക്കാണ്ട് അടുത്ത് വന്ന് തുടക്കിയൊരു നുള്ള അങ്ങോട്ട് കൊടുത്തു. പിന്നെ പറയണ്ടല്ലോ, രാവിലെ കുട്ടിയെ ഒക്കെ തീർത്ത് വരികയാണ്. രാവിലെ 6:15. യശോദേ, ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ല. ഈ ചെറിയ കുട്ടി എന്ത് പഴച്ചു? എന്തിനാ കൃഷ്ണൻ വന്നിട്ട് ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നത്? അപ്പോഴും ഭഗവാനും മറുപടി ഉണ്ട് കേട്ടോ. 6 മാസം അല്ലെങ്കിൽ 4 മാസമായ കുട്ടി എന്ത് തെറ്റ് ചെയ്തു ചോദിച്ചാൽ, എന്തിനാന്ന് ഉള്ളിൽ ചോദിച്ചാൽ കൃഷ്ണൻ പറയണത് എന്താ വെച്ചാൽ, അമ്മേ ജനിച്ചില്ലേ, എന്താ ജനിച്ചില്ലേ, അത് വലിയ തെറ്റാ, ജനിക്കാൻ പാടില്ലായിരുന്നു. ജനിച്ചു എന്ന് പറഞ്ഞ അർത്ഥം എന്തോ ചില കുഴപ്പം ചെയ്തതുകൊണ്ടാണ് ജനിച്ചതില്ലേ, ജനിക്കില്ല. അപ്പം നുള്ളിയത് എന്തിനാ വെച്ചാൽ ഇനിയെങ്കിലും ഭാഗവതം വായിക്കുക, സത്സംഗമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ പോയി പങ്കെടുക്കുക. അതല്ലാണ്ട് കഴിഞ്ഞ ജന്മത്തെ പോലെ മേപ്പോട്ടും നോക്കി നിന്നാൽ ഇനിയും ഇതേപോലെ ദുഃഖം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് കരുതിക്കോളെന്ന് കാണിക്കാനാണെന്ത് ഇടയ്ക്കൊരു നുള്ള് തരുന്നത്. നമുക്കൊന്നും നുള്ള് കിട്ടിയില്ലേ നമ്മൾ കരുതും, ഇത്രയൊക്കെ നുള്ള് കിട്ടിയിട്ടും തന്നെ വലിയൊരു ഇത്ര നുള്ള് കിട്ടി. അതുകൊണ്ട് ഇടയ്ക്കൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളൊക്കെ അഹങ്കരിച്ചു പോകില്ലേ. അതുകൊണ്ട് അവരെ നേരെയാക്കാനാണ് ഞാൻ അവർക്ക് നുള്ളു കൊടുക്കുന്നത്. യാത്യുപക്രോശ്യതോകാൻ. വേറൊരു ഗോപി പറഞ്ഞത് ഇവൻ്റെ വർത്തമാനാണ് സഹിക്കാൻ പറ്റാത്തത്. ഒരിക്കൽ എൻ്റെ വീട്ടിലേക്ക് വന്ന് വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടു, കക്കാൻ വന്നതാ.
മനസ്സിലായി, ഇവള് കണ്ടിട്ടുണ്ട്, എന്നാലും കക്കട്ടെ ഉറപ്പിക്കട്ടെ കരുതി നിൽക്കുകയാണ്. അങ്ങനെ വെണ്ണ വെച്ച കലത്തിൽ കൈയിട്ടതും ഇവള് വല്ല വാതിൽ അങ്ങോട്ട് തുറന്നു. വാതിൽ തുറന്നപ്പം ഒരു പരിഭ്രമവും ഇല്ല. കക്കാൻ വന്ന പരിഭ്രമം ഉണ്ടാവില്ലേ? നല്ല പഠിച്ച കള്ളന്മാർക്ക് പരിഭ്രമമൊന്നും ഉണ്ടാവില്ല. ആദ്യമായിട്ടൊക്കെ കക്കുമ്പോൾ പരിഭ്രമം ഉണ്ടാവും എന്നല്ലാതെ കൃഷ്ണനൊരു പരിഭ്രമവും ഇല്ല. എന്നെ കണ്ടപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, നീ ആരാണ്? എൻ്റെ വീട്ടിൽ വന്ന് കട്ടതും പോരാ. എന്നിട്ട് വാതിൽ തുറന്നപ്പോൾ എന്നോട് ചോദിക്കുകയാണ്, നീ ആരാ ചോദിച്ചു. ഞാൻ അവനോട് പറഞ്ഞു, അതവിടെ ഇരിക്കട്ടെ. കസ്തുവം ബാല, ഉണ്ണി നീ ആരാ? എനിക്കറിയാനിട്ടല്ല യശോദേ, അവൻ്റെ വായിന്നൊന്ന് കേൾക്കണം, അതിന് വേണ്ടിയിട്ടാണ്. നീ ആരാ ചോദിച്ചപ്പം അവൻ എന്താ പറഞ്ഞതെന്നറിയോ? ബലാനുജഹ, എൻ്റെ പേര് ബലാനുജൻ. എന്താണ് അങ്ങനെയാ പേരിട്ടത്? ഗർഗം പേരിട്ടത് എന്താ? കൃഷ്ണൻ എന്നല്ലേ? എന്നാൽ അത് പറയണ്ട, അത് പറയില്ല. പേര് ചോദിച്ചാൽ പറയാം ബലാനുജഹ, അല്ലെങ്കിൽ രാമാനുജഹ. എപ്പോഴും ഏട്ടൻ്റെ പേരിൽ അറിയപ്പെടാനാണ് ആർക്കിഷ്ടം. കാരണം ഏട്ടൻ കളക്ടറായ പിന്നെ അങ്ങനെയല്ലേ പറയാം. ഇവിടെ എന്താ വെച്ചാൽ ഏട്ടന് നല്ല പേര് നാട്ടിലുണ്ട്. അപ്പോൾ എപ്പോഴും ആരെന്ത് ചോദിച്ചാലും എന്താ പേര്, താനാരാ? ഞാൻ രാമൻ്റെ അനിയൻ. രാമൻ നല്ല പേരാണ്, അപ്പോൾ ഏറെക്കുറെ അങ്ങനെ തന്നെയാവും നല്ല വിചാരിക്കുക. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടി. കേട്ടിട്ടുണ്ട് കൃഷ്ണൻ. അപ്പം അതുകൊണ്ട് അത് പറയില്ല. എപ്പോഴും ബലാനുജഹ, രാമാനുജഹ, ഏട്ടൻ്റെ പേരിലാണ് അധികം പറയുക. ആരാ ഏട്ടൻ ചോദിച്ചാൽ പറയും, ആരാ രാമൻ? എൻ്റെ ഏട്ടൻ. ഞാൻ ആരാന്ന് പറയില്ല. ബലാനുജഹ കിമിഹതേ, സമ്മതിച്ചു. നീ എന്തിനാ ഇവിടെ വന്നത്? കിമിഹതേ. അപ്പോൾ കൃഷ്ണൻ ചുറ്റും നോക്കിയിട്ട് പറഞ്ഞു, ഓ മന്മന്ദിരാശങ്കയാ, അത് നിൻ്റെ വീടായിരുന്നു അല്ലേ? ഞാൻ എൻ്റെ വീടാന്ന് കരുതി കരുതാട്ടോ. എൻ്റെ വീടും ഇതേപോലെ തന്നെ, ഇതേ പെയിൻ്റാണ് എൻ്റെ വീടിനും അടിച്ചത്. ഇതേപോലെ ഒരു തൂണ് എൻ്റെ വീട്ടിലും ഉണ്ട്. ഇതേപോലത്തെ ഒരു മേശ എൻ്റെ വീട്ടിലും ഉണ്ട്. ഞാൻ പെട്ടെന്ന് എൻ്റെ വീടാണ് അങ്ങോട്ട് കരുതി കയറിപ്പോയതാ, നീ ക്ഷമിക്കണം എന്ന് പറഞ്ഞ എല്ലാം അവിടെ നിന്ന് പോകാൻ പുറപ്പെട്ടു. ഞാൻ അവിടെ പിടിച്ചു നിർത്തി. സാധാരണക്കാരച്ച ആ വാക്കിൽ ഭ്രമിച്ച് കഴിഞ്ഞാലേ ഞാൻ പിന്നെ പിടിച്ചു നിർത്തി, സമ്മതിച്ചു, നീ ആ പറഞ്ഞതും ഞാൻ വിശ്വസിക്കാം. ചിലപ്പോൾ അങ്ങനെയൊക്കെ പറ്റും. ഒരേപോലത്തെ ഫ്ലാറ്റൊക്കെ ആകുമ്പോഴേ ഒരേ കോൺട്രാക്ടർ തന്നെയാണ്, രണ്ടും ഒരുപോലെയൊക്കെ ഉണ്ടാക്കി ചിലപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും. അഗ്രഹാരമൊക്കെ ഒരുപോലെ ഉണ്ടാവുമല്ലോ. നമ്പർ നോക്കിയില്ലെങ്കിൽ നമ്മൾ മാറിപ്പോവും. ഒക്കെ ഒരുപോലെ ഉണ്ടാവും. അവിടുത്തെ പാർട്ടിയെ നോക്കിയിട്ട് വേണം ആളെ അഗ്രഹാരം വലിയ മനസ്സിലാവില്ല. അപ്പോൾ എല്ലാ മാമിമാരും ഏറെക്കുറെ ഒരുപോലെ തന്നെ ഉണ്ടാവും. കാരണം നമുക്ക് അറിയില്ല, നല്ലോണം ശ്രദ്ധിച്ചില്ലെങ്കിൽ സംഗതി മാറിപ്പോവും. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കാം ഒരേപോലത്തെ വീടൊക്കെ ആണെങ്കിൽ. മന്മന്ദിരാശങ്കയാ, സമ്മതിച്ചു. യുക്തം തത്, വീട് മാറി പറഞ്ഞു ഞാൻ സമ്മതിക്കാം. എനിക്ക് മനസ്സിലാവാത്തത്, നീ എന്തിനാ നവനീത ഭാണ്ഡ വിവരൈ ഹസ്തം, ഈ വെണ്ണ വെച്ച കലത്തിൽ എന്തിനാ കൈയിട്ടത് കൃഷ്ണ? അത് കേട്ട സമയത്ത് കൃഷ്ണൻ പറയാണ്, അതെന്താ ചോദിച്ചാലേ, അമ്മ യശോദാമ്മല്ലേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഊണ് കഴിക്കണില്ല, ഭക്ഷണം കഴിക്കണില്ല. വലിയ വിഷമം അമ്മയ്ക്കേ. കാരണം ഞങ്ങളുടെ ഒരു പശുക്കുട്ടി ഉണ്ട്, ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല, വെളുത്ത പശുക്കുട്ടി. അമ്മ പറയും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കൃഷ്ണ വെളുത്ത പശുക്കുട്ടിയെ കാണാനില്ല, നീ പുറത്തൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണം, ആ പശുക്കുട്ടിയെ കണ്ട കയ്യോടെ കൊണ്ടുവരണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഈ വഴിക്ക് പോയപ്പം കാലത്തുനിന്ന് എന്തോ ഒരു വെളുത്ത സാധനം കണ്ടപ്പോൾ എനിക്കൊരു സംശയം, ഇനി പശുക്കുട്ടിയാണോ? അമ്മ പാവം ദുഃഖിച്ചിരിക്കല്ലേ, പശുക്കുട്ടിയെ കൊണ്ട് കൊണ്ടു കൊടുക്കുക, അമ്മയെ സന്തോഷിപ്പിക്കുക, ഇതൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. അപ്പം വെളുത്തൊരു സാധനം കണ്ടപ്പം പശുക്കുട്ടിയാണോ നോക്കാൻ വേണ്ടി കൈയിട്ടതാണ്. ഇതിപ്പോൾ ഞാൻ വിശ്വസിക്കണം. വലിയൊരു പശുക്കുട്ടി ചെറിയ കലത്തിലുണ്ടാവുമോ കൃഷ്ണ? അപ്പം കൃഷ്ണൻ പറയണത് എന്താ വെച്ചാൽ, ഉണ്ടാവില്ല എന്ന് എനിക്ക് പറയാം, പക്ഷെ നിങ്ങൾ പറയാറില്ല അമ്മയോടൊക്കെ, കുന്തം പോയാൽ അപ്പോഴും കുറ്റം യശോദ ഞങ്ങൾക്ക് തന്നെ. ഇതാണ് അവൻ്റെ വർത്തമാനം. ഹസ്താഗ്രാഹ്യേ രചയതി വിധിം പീഠകോലൂഖലാദ്യൈഃ ഛിദ്രം ഹ്യന്തർനിഹിതവയുനഃ ശിക്യഭാണ്ഡേഷു തദ്വിത്. ഇനി എങ്ങാനും കൃഷ്ണൻ എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഉറി കെട്ടി തൂക്കിയാൽ അവിടേക്ക് ചെന്ന് പീഠകോലൂഖലാദ്യൈഃ, പീഠം വയ്ക്കും. വലിയൊരു പീഠം എടുത്ത് വെച്ച്, അല്ലെങ്കിൽ ഉലൂഖൽ എന്ന് പറഞ്ഞാൽ ഒരലെടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ പീഠം വെച്ച് അതിൻ്റെ മുകളിൽ കയറിയിട്ടും അദ്ദേഹം എവിടെ വെച്ചാലും ഇതെടുക്കും. ഇനി എടുക്കണ്ടെന്ന് കരുതിയിട്ട് ഇരുട്ടുമുറി കൊണ്ടുവച്ചാലോ? യശോദ പറഞ്ഞു, കുട്ടികൾക്ക് ഇരുട്ടുമുറി പേടിയാവും, ഞാനൊക്കെ ഇവിടെ അങ്ങനെയാണ് ചെയ്യുക, ഇരുട്ടുമുറി കൊണ്ടുവയ്ക്കുക ചെയ്യും, നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ. എന്നിട്ടൊന്നും കാര്യമില്ല യശോദ, ഇരുട്ടുമുറി കൊണ്ടുവച്ച ഇയാൾക്ക് കണ്ടെത്താൻ പ്രയാസമില്ല. കാരണം ഇയാളുടെ കഴുത്തിൽ രത്നം നീ കാണില്ലേ? ധ്വാന്താകാരേ ധൃതമണിഗണം. ഞങ്ങളുടെ വീട്ടിൽ ഇരുട്ടുമുറിയിൽ ആരും പോവാറില്ല, അവിടുത്തെ മുത്തശ്ശിയും പെരിച്ചാഴിയും മാത്രമേ പോവുള്ളൂ. അങ്ങനെ ഒരു മുറി കൊണ്ടുവച്ചിട്ടും ഇവൻ കണ്ടെത്തും. കാരണം രാത്രിയായാൽ കഴുത്തുള്ള രത്നം കണ്ട് പ്രകാശിക്കും, കൗസ്തുഭരത്നം.
വെണ്ണ വെച്ചത് കണ്ടെത്താനൊന്നും അയാൾക്ക് പ്രയാസമില്ല. കൃഷ്ണൻ കണ്ടെത്തും. ഇവരുടെ വിചാരം കൗസ്തുഭം കൊണ്ടാണ് കണ്ടെത്തുന്നത്. അല്ലല്ല, വെണ്ണ വെച്ചത് കണ്ടെത്താൻ സർവജ്ഞനായിട്ടുള്ള ഭഗവാന് ലേശം വെണ്ണ വെച്ചത് കണ്ടെത്താൻ പ്രയാസമുണ്ട് തോന്നുന്നുണ്ട്. ആർക്കും മനസ്സിലാവാത്ത നമ്മുടെ മനസ്സൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ഭഗവാനുണ്ട്. ആ ഭഗവാൻ ലേശം വെണ്ണ വെച്ചത് കണ്ടെത്താൻ ആ ബുദ്ധിമുട്ട്. ഇടയ്ക്ക് യശോദയ്ക്ക് തന്നെ മറന്നു പോകും എവിടെയാണ് വെണ്ണ വെച്ചതും. കൃഷ്ണൻ എടുക്കണ്ട കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് അവസാനം നന്ദഗോപുരം ഉണ്ണാനിരിക്കുമ്പോഴാവും വെണ്ണ കൊടുക്കണ്ടേ. വെണ്ണ ഒരിക്കൽ നെയ്യ് കൊടുക്കും. വെണ്ണ അന്വേഷിച്ച് സ്റ്റോർ റൂമിൽ പോയി തപ്പുമ്പം കൃഷ്ണൻ പറയും, അമ്മേ ആ വെണ്ണയല്ലേ അന്വേഷിക്കണത്? ആ കാണാനില്ലേ കൃഷ്ണ, ആ പുളി വെച്ച പാത്രത്തിൻ്റെ പിന്നിലുണ്ട് വെണ്ണ എന്ന് കൃഷ്ണൻ പറഞ്ഞു കൊടുക്കണം. അതാണ് കഥ. യശോദയ്ക്ക് തന്നെ അറിയില്ല. കാലേ ഗോപ്യോ യർഹ്യ ഗൃഹകൃത്യേഷു സുവ്യഗ്രചിത്താഃ ഏവം ധാർഷ്ട്യാനുശതി കുരുതേ മേഹനാദീനി വാസ്തൗ സ്ഥേയോപായൈഃ വിരജിതകൃതിഃ സുപ്രതീകോ യഥാസ്തേ ഇത്തം സ്ത്രീഭിഃ സഭയനയന ശ്രീമുഖാലോകിനീഭിഃ. ഇങ്ങനെയൊക്കെ ഈ ഗോപസ്ത്രീകൾ പരാതി പറയുമ്പോൾ നമ്മൾ ചിലപ്പം വിചാരിക്കുന്നത് ഗോപസ്ത്രീകൾക്ക് നല്ല പരാതി ഉണ്ട് അല്ലേ, അങ്ങനെയല്ലേ വിചാരിക്കുക. ആ സംശയം വേണ്ട, അങ്ങനെ വിചാരിക്കരുത് കരുതിയിട്ട് ശ്രീശുഖർ ഇവിടെ പ്രത്യേകം പറയുകയാണ്. ഈ ഗോപസ്ത്രീകൾ വന്ന് പരാതി പറയണത് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട കൃഷ്ണനെ അവർക്ക് ഇഷ്ടമില്ലാന്നോ കൃഷ്ണനോട് ദേഷ്യമുണ്ടോന്നോ വിചാരിക്കേണ്ട. അവരിങ്ങനെ പരാതി പറയുമ്പോഴും അവരുടെ നോട്ടം എങ്ങട്ടാ? അവർ യശോദയോട് പറയുമ്പോഴും നോക്കണത് കൃഷ്ണനെയാണ്. ഇത്തം സ്ത്രീഭിഃ സഭയ നയന ശ്രീമുഖാലോകിനീഭിഃ. ആ ഗോപസ്ത്രീകൾക്ക് രാവിലെ അവരുടെ പ്രഭാതകൃത്യം കഴിഞ്ഞാൽ കൃഷ്ണനെ കണ്ടേ ഒക്കൂ. അതിനു വേണ്ടി ഒരു കാരണം പറഞ്ഞു വരികയാണ് അവരെന്ത്. പാത്രം പൊട്ടിച്ചു, വെണ്ണ കട്ടു, ചില വീട്ടിൽ കട്ടിട്ടുണ്ടാവില്ല, എന്നാലും അവർ നീ പോകണ്ടോ ഞാനും വരുന്നുണ്ട് പരാതി പറയാം എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അവർക്കെന്താ വെച്ചാൽ കൃഷ്ണനെ ഒന്ന് കാണണം. കൃഷ്ണൻ്റെ ഭാവം ഓരോ ദിവസം ഓരോ എന്നും തൊഴുന്നവരില്ലേ, എല്ലാ ദിവസവും രാവിലെ നിർമ്മാണം തൊഴുന്നവരുണ്ടല്ലോ. ഓരോ ദിവസം ഒരേ ഗുരുവായൂരപ്പം തന്നെ ഗുരുവായൂരപ്പം മാറ്റമുണ്ടോ? നമുക്കൊക്കെ മാറ്റമുണ്ട്. ഒരു മാറ്റമില്ലാത്തത് പരബ്രഹ്മത്തിന് മാത്രം ഒരു മാറ്റം. എന്നാലും അവർക്ക് അന്ന് മാറിയിട്ട് എന്നും ചന്ദനം ചാർച്ചത് പറയണ ഒരു ഭക്തനല്ലേ അവിടെ. ഒരേ ഗുരുവായൂരപ്പനും ഒരു മാറ്റമില്ല. പക്ഷേ ഇന്ന് ഗുരുവായൂരപ്പനൊന്ന് കാണണം. ഇന്നലത്തേക്കാൾ അതാണ് പ്രത്യേകത. പ്രതിനിമിഷ നവീനായ, ഓരോ നിമിഷവും പുതിയതാണെന്ന് തോന്നും. ഭഗവാന്റെ പേരാണ് പ്രതിനിമിഷ നവീനൻ. എപ്പോഴും നോക്കും തോറും പുതിയതാണെന്ന് നിങ്ങൾ തോന്നുക. ആ ഭഗവാന്റെ ഓരോ ദിവസത്തെയും ഭാവം കാണാനായിട്ട് വരികയാണ് അവരിങ്ങനെ പരാതി യശോദയോട് പറയുമ്പോഴും അവർ നോക്കുന്നത് യശോദയുടെ സാരി പിടിച്ചും കൊണ്ട് പിന്നിൽ നിൽക്കുന്ന കൃഷ്ണനെയാണ് അവർ നോക്കുന്നത്. പറയണത് യശോദയോട്. നോട്ടം കണ്ട യശോദ ശ്രദ്ധിച്ചാൽ തിരക്കടില്ല, ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരക്കടില്ല. അവർക്ക് ഇപ്പം എന്താ വേണ്ടത്? അവർക്ക് ആ കൃഷ്ണനെ കാണണം. അവരിങ്ങനെ പരാതി പറയുമ്പോൾ കൃഷ്ണൻ അവരെ നോക്കണത്, പുരികം വളയ്ക്കണത്, കണ്ണുരുട്ടണത് വെച്ചിട്ടുണ്ട്. പാത്രം പൊട്ടിച്ചതാ വലിയ പ്രശ്നമല്ല, നാളെ വന്ന് ബാക്കിയിൽ 2 പാത്രം കൂടി ഞാൻ പൊട്ടിക്കും എന്നൊക്കെ ഭഗവാൻ പറയുമ്പം ഭഗവാന്റെ ആ ചുവന്ന മുഖം കാണാൻ, പല്ല് കടിച്ചു പിടിക്കുന്നത് കാണാൻ, കണ്ണുരുട്ടുന്നത് കാണാൻ, ഇങ്ങനെ ഭഗവാന്റെ പേടിച്ചും കൊണ്ടുള്ള ഭാവം കാണാൻ, ചിരിച്ചും കൊണ്ടുള്ളത് കാണാൻ, ചീത്ത വിളിക്കുന്നത് കേൾക്കാൻ, ആര് കൃഷ്ണൻ്റെ ചീത്ത വിളി കേൾക്കാൻ, ഇങ്ങനെ ഭഗവാന്റെ നവരസങ്ങൾ കാണാനാണ് പരീക്ഷത്തെ ആ ഗോപസ്ത്രീകൾ വരുന്നത്. ഒരു ദിവസം എങ്ങാനും ആ ഗോപസ്ത്രീകളുടെ വീട്ടിലേക്ക് ഭഗവാൻ കക്കാൻ പോയില്ലെങ്കിൽ അവർ ഹൃദയം പൊട്ടി മരിക്കും. അതുകൊണ്ട് കൃഷ്ണൻ തന്നെ പല കൃഷ്ണന്മാരായിട്ട് ദിവസവും എന്ത് ചെയ്യണം? ഒരു കൃഷ്ണനല്ല, എത്ര ഗോപികമാരുണ്ട്, എല്ലാ വീട്ടിലും പോയി കക്കണ്ടേ? അങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. അല്ലാണ്ട് ഭഗവാൻ ഇപ്പം ഇവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ട് എത്ര പശുക്കൾ നന്ദരുടെ അടുത്തുണ്ട്, എത്ര വെണ്ണ ഉണ്ടാവും, എത്ര പാലുണ്ടാവും, എന്നിട്ട് എന്തിനാ ഈ ഗോപികളുടെ അടുത്തേക്ക് പോണത്? ഹൃദയമഭിമുഷിത്വ. വെണ്ണ കക്കണോ ചേല കക്കണോ എന്നുള്ള വ്യാജേന ഭഗവാൻ വാസ്തവത്തിൽ കട്ടത് അവരുടെ മനസ്സാണ്. നമ്മളുടെയൊക്കെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ എന്താ വഴിയാണ്? പണ്ടാണെന്ന് വെച്ചാൽ ഗോപികമാരെ സംബന്ധിച്ച് എന്ത് മതി? അവർക്ക് വെണ്ണയും പാലൊക്കെയാണ് പ്രധാനം. അതെടുത്താൽ അവർ ശ്രദ്ധിക്കും എടുക്കുന്ന ആളെ. ഇങ്ങനെ വെണ്ണ കക്കുക, പാല് കക്കുക, തൈര് കക്കുക എന്നുള്ള വ്യാജേന ഭഗവാൻ കട്ടത് അവരുടെ മനസ്സിനെയാണ്. ഇപ്പം അവർക്ക് വെണ്ണ, പാല്, തൈര് എന്നുള്ള ചിന്തയൊന്നുമില്ല. എന്തേ ഉള്ളൂ? കൃഷ്ണനെ ശ്രദ്ധിച്ചോളൂ കേട്ടോ, വെണ്ണയൊക്കെ എടുത്തു വെച്ചോളൂ, കൃഷ്ണൻ കൊണ്ടോണ്ട, നോക്കിക്കോളൂ കേട്ടോ, കൃഷ്ണനെ നോക്കിക്കോളൂ, കൃഷ്ണനിലൊരു കണ്ണ് വെച്ചോളൂ കേട്ടോ. എന്താണ് അങ്ങനെ വെച്ച് പിന്നെ അവർക്ക് കൃഷ്ണൻ പ്രധാനമായി, വെണ്ണയും പാലിലൊന്നും കണ്ണ് വെക്കാണ്ടേയായി. അങ്ങനെ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു. നമുക്കും കാശിനോടും പ്രശസ്തിയോടുമുള്ള ആ ഒരു ശ്രദ്ധ കുറയണമെങ്കിൽ എന്താ ചെയ്യലേ? അപ്പം ഭഗവാൻ സ്ഥാനം പിടിച്ചാൽ, നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചാൽ രക്ഷപ്പെട്ടു. അവരുടെ സമ്പത്ത് വെണ്ണയും പാലൊക്കെയായി. ഇപ്പം അവർക്ക് അതൊന്നും ഒരു വിഷയമല്ല. അവർക്ക് മനസ്സിലായി ഇതിനേക്കാളൊക്കെ എത്രയോ പ്രധാനമാണ് ഭഗവാൻ എന്ന് മനസ്സിലാക്കി
അങ്ങനെ മെല്ലെ 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 ഉപനിഷത്തൊന്നും പഠിക്കാത്ത, ശാസ്ത്രമൊന്നും അറിയാത്ത ആ ഗോപികൾക്ക് ശാസ്ത്രജ്ഞാനം ഉള്ളതുപോലെ തന്നെ ആക്കി തീർത്തു. കാര്യം അറിഞ്ഞാൽ പോരെ അല്ലേ? ശാസ്ത്രം പഠിക്കണം നിർബന്ധം, ശാസ്ത്രത്തിൽ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയാൽ പോരെ? അതല്ലേ പ്രധാനം, അതല്ലേ മുഖ്യം. അല്ലെങ്കിൽ ഇവിടെയുള്ള പല ജ്ഞാനികളുടെയും കഥ അന്വേഷിച്ച് നോക്കിയാൽ അവരൊന്നും അങ്ങനെ ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അവർ ഉപനിഷത്ത് പഠിച്ചു, രാമകൃഷ്ണദേവൻ പഠിച്ചോ? രമണ മഹർഷി ഏതാശ്രമത്തിലേക്ക് പോയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സന്യാസിമാരൊക്കെ പോകാറുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നീട് നോക്കിയിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ അനുഭൂതിക്ക് ശേഷം. അതുകൊണ്ട് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇങ്ങനൊരു യോഗം തനി സാധാരണക്കാരായിട്ടുള്ള ആ സ്ത്രീകൾക്കും ആനന്ദം അനുഭവിക്കണമെന്ന് കണക്കാക്കി അവർക്ക് തത്വാർത്ഥം ഭഗവാൻ ബോധിപ്പിച്ച് കൊടുക്കണം. പിന്നെ തൻ്റെ ആ ഒരു ലീല അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു, തൻ്റെ വികൃതി ശരിക്കും. ഒരിക്കൽ കൃഷ്ണൻ മണ്ണ് തിന്നു പറഞ്ഞ കുട്ടികളൊക്കെ ഓടി വന്നു അമ്മയുടെ അടുത്തേക്ക്. അമ്മയ്ക്കുണ്ടായ ദേഷ്യം കാരണം ധാരാളം വെണ്ണയും പാലൊക്കെ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്, പോരാത്തതിന് കട്ടും തിന്നുന്നുണ്ട്, ഇനിയിപ്പോൾ അതും പോരായിട്ട് മണ്ണ് തിന്നി. ഒരു മയിൽപ്പീലെടുത്ത് കൃഷ്ണൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. കസ്മാൻ മൃതം അദാന്താത്മൻ, എടാ അഹങ്കാരി, നീ എന്തിനാ മണ്ണ് തിന്നത്? വായ തുറക്കുക, അമ്മ കാണട്ടെ, എൻ്റെ വായൊന്ന് കാണട്ടെ. കൃഷ്ണൻ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല അമ്മേ, നീ പറഞ്ഞാൽ മതിയോ? ഇവിടെയുള്ള കുട്ടികളൊക്കെ നീ കഴിച്ചു പറയുന്നുണ്ട്, മാത്രമല്ല നിൻ്റെ ഏട്ടനും പറയുന്നുണ്ടല്ലോ. ആര്? ബലരാമേട്ടൻ പറയുന്നുണ്ട്. ഏട്ടൻ എന്താ ഹരിശ്ചന്ദ്രനാ, കളവ് പറയണ ആള്, ഞാൻ കഴിച്ചിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അമ്മ വിശ്വസിച്ചില്ല. നീ സത്യമാണ് പറയണതെങ്കിൽ വായ തുറക്കാൻ എന്താ അത്ര മടി, നീ ഒന്ന് വായ തുറക്ക് എന്ന് പറഞ്ഞ സമയത്ത് കൃഷ്ണൻ വായ തുറന്നു. അമ്മയ്ക്ക് 2 തരി മണ്ണ് കാണണമെന്ന് മോഹമുണ്ട്, 2 തരി കാണണമെന്നേ മോഹമുള്ളൂ. എന്നാലും അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ പിശുക്കാൻ പാടില്ലല്ലോ. ഭാര്യയ്ക്ക് കൊടുക്കുമ്പോൾ പിന്നെയും പിശുക്കണം. ഭാര്യ 10,000 ചോദിച്ചാൽ 2,000 കൊടുക്കാവൂ. അമ്മ ചോദിക്കാൻ നിൽക്കരുത്, അമ്മ 10 ചോദിച്ചാൽ 1,00,000 കൊടുക്കണം. അതുകൊണ്ട് കുറയ്ക്കണ്ട എന്ന് കരുതി അങ്ങോട്ട് കാണിച്ചു കൊടുത്തു. വായം കൊണ്ട് തുറന്നതും ഭൂലോകം, ഭുവർലോകം, സുവർലോകം, മഹർലോകം, ജണർലോകം, തപോലോകം, സത്യലോകം, അതലം, വിത്തലം, സുതലം, രസാതലം, മഹാതലം, തലാതലം, പാതാളം. 2 തരി മണ്ണ് കാണണമെന്ന് വിചാരിച്ച യശോദയ്ക്ക് 14 ലോകങ്ങളിലെയും മണ്ണ് കാണാൻ സാധിച്ചു. വേണച്ചാൽ മനസ്സിലായിക്കോളും അമ്മേ, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം, ഈ കാണുന്ന വിശ്വം ബ്രഹ്മാണ്ടം ഒക്കെ എന്നിലാണ്, ഞാനാണ് ഇതിനൊക്കെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ ഇപ്പം അമ്മയ്ക്ക് മനസ്സിലാക്കാം, ശാസ്ത്രമൊന്നും പഠിക്കാണ്ട് തന്നെ. അങ്ങനെ കാണിച്ചു കൊടുത്തതാണ്. അമ്മ ഉറക്കെ വിളിച്ചു പറഞ്ഞു, രോഹിണി, ഞാൻ കൃഷ്ണൻ്റെ വായിൽ ലോകം മുഴുവൻ കണ്ടു എന്ന് പറഞ്ഞ ബോധം കെട്ടാർ വീണു. യശോദ വീണു. ഇടയ്ക്കിടയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ണു തുറന്നപ്പോഴേക്കും അമ്മയെ അമ്മിങ്ങാന്നും പറഞ്ഞ ഭഗവാൻ അങ്ങോട്ട് ചിരിച്ചപ്പൊക്കെ മറന്നു. പരബ്രഹ്മം എന്നുള്ള കാര്യം വിട്ടു. വാരി എടുത്ത് പാല് കൊടുക്കുകയാണ്. കൃഷ്ണൻ്റെ വായിൽ ലോകം മുഴുവൻ എന്നാ കാണട്ടെ എന്ന് പറഞ്ഞ് രോഹിണി ഓടി വന്നു. കൃഷ്ണനോട് വായ തുറക്കാൻ പറഞ്ഞു. കൃഷ്ണൻ വായ തുറക്കണില്ല. അവസാനം കൃഷ്ണൻ്റെ വായയ്ക്ക് വിരലൊക്കെ ഇട്ടു. ആ ചുണ്ടിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വിരൽ തിരികി വായ തുറക്കാൻ പുറപ്പെട്ടപ്പോൾ കൃഷ്ണൻ ആ മുളച്ച് വരുന്ന പല്ലുകൊണ്ടൊരു കടി കണ്ടു കൊടുത്തു. ആ കടി കിട്ടിയപ്പോൾ രോഹിണി പറഞ്ഞു, യശോദ, ഞാനും കണ്ടു ലോകം മുഴുവൻ. ലേശം വ്യത്യാസമുണ്ട്, എന്നാലും രോഹിണിയും കണ്ടു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരേപോലെ അനുഗ്രഹം അത് പറ്റില്ലല്ലോ. ഓരോരുത്തർക്കും ഓരോ സമ്പ്രദായമല്ലേ. അവർ ചെയ്ത കർമ്മത്തിനനുസരിച്ചാണ് ഫലം കൊടുക്കുക. അങ്ങനെ യശോദയ്ക്കും രോഹിണിയും ഭഗവാൻ പലതരത്തിൽ ലീലകളിലൂടെ സന്തോഷിപ്പിച്ചു. ഒരിക്കൽ യശോദയ്ക്ക് മാത്രം കിട്ടിയ ഒരു പ്രസാദം ആണ് ഗോപി പ്രസാദോ നാമ. ഗോപി പ്രസാദം എന്നാണ് ആ അധ്യായത്തിൻ്റെ പേരെന്നെ. ഏകതാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി. ആർക്കും എവിടെയും പിടിച്ചു കെട്ടാൻ പറ്റാത്ത ആ പരബ്രഹ്മത്തെ ഈ ഇടയപ്പെണ്ണ് ഒരു ഒരലിൻ്റെ മുകളിൽ പിടിച്ച് കെട്ടിയിട്ടു എന്ന് പറഞ്ഞാൽ അതാണ് അവൾക്ക് മാത്രം കിട്ടിയ പ്രസാദം എന്ന് പറയുന്നത്. യശോദയ്ക്ക് മാത്രമേ അത് കിട്ടിയിട്ടുള്ളൂ. പിന്നുള്ളത് ഭക്തന് കിട്ടിയിട്ടുണ്ട്. അത് മറ്റന്നാൾ പറയും. അയാളുടെ പേരും അങ്ങനെ തന്നെയാണ്, സുദാമ. നല്ല കയർന്ന അയാളുടെ പേരെന്നെ. നല്ല ഭക്തിയാകുന്ന സ്വർണത്തിൻ്റെ ചരട്. അങ്ങനെ ഭക്തിയാകുന്ന ഒരു നൂലുകൊണ്ട് തൻ്റെ ഹൃദയമാകുന്ന ഒരലിൽ പിടിച്ച് കെട്ടിയവൻ, അതാണ് സുദാമാവ്. ഇവിടെ യശോദ ആ ഭഗവാനെ ഒരലിൻ്റെ മുകളിൽ കെട്ടിയില്ലേ. ഏകതാ ഗൃഹദാസീഷു യശോദാനന്ദഗേഹിനി കർമാന്തരനിയുക്താസു നിർമ്മമന്ധ സ്വയം ദധി. രാവിലെ നേരത്തെ എഴുന്നേൽക്കും യശോദ. കുളിയൊക്കെ കഴിഞ്ഞ് പട്ടുസാരി ചുറ്റി, മുട്ടുവര വളകൾ, വലിയ പൊട്ടു തൊട്ട്, വലിയ കമ്മൽ ചാർത്തി, അങ്ങനെയാണ് തൈര് കടയുക. ധാരാളം ദാസിമാരവിടെ ഉണ്ടെങ്കിലും തൈര് കടയാൻ പ്രത്യേകിച്ച് കുറച്ചൊരു ഉത്സാഹം കൂടും യശോദയ്ക്ക്. തൻ്റെ കൃഷ്ണന് വേണ്ടിയിട്ട് വെണ്ണെടുത്ത് വയ്ക്കുക എന്നുള്ള ഭാവത്തിൽ വളരെ ഭക്തിയോടുകൂടി തൈര് കടയും. ഭഗവാന്റെ ലീലകളൊക്കെ
മനസ്സിൽ കണ്ട് അത് പാട്ടാക്കിയിട്ടുണ്ട്. അത് ചൊല്ലി ഭക്തിയോടുകൂടി കണ്ണടച്ച് തലയാട്ടി അങ്ങനെ തൈര് കടയണ സമയത്ത് തൻ്റെ ചെവിയിലുള്ള കുണ്ടലങ്ങളുടെ ശബ്ദം, തൻ്റെ കയ്യിലുള്ള വളകളുടെ ശബ്ദം, ഇതൊക്കെ കേട്ടിട്ടാണ് ഭഗവാൻ എഴുന്നേൽക്കുക. രാവിലെ നേരത്തെ ഭഗവാനെ വിട്ട് എഴുന്നേറ്റ് പോകുന്നതല്ലേ യശോദ. കൃഷ്ണൻ വിഴണ്ടാ കരുതിയിട്ട് 2-3 തലയണയൊക്കെ വെച്ച് വിഴാണ്ടേക്ക് ആക്കിയിട്ടാണ് പോരുന്നത്. കൃഷ്ണൻ എണീറ്റ് കഴിഞ്ഞാൽ അമ്മ എന്താ എന്നോട് പറയാണ്ട് പോയി എന്നുള്ള മട്ടിൽ ചെറിയൊരു സങ്കടമുണ്ട്. തലേന്ന് നല്ല രീതിയിൽ ഭംഗിയിൽ കൗവീനൊക്കെ ഉടുപ്പിച്ച് കണ്ണെഴുതി പൊട്ടുകുത്തി മുടിയൊക്കെ നേരെയാക്കി അതിൻ്റെ മുകളിൽ മയിൽപ്പീലി തിരികി അത് വിട്ടുപോകാണ്ടിരിക്കാൻ മുല്ലമാല കൊണ്ട് ചുറ്റി ഒക്കെ ഉറക്കിയതാണ്. പക്ഷെ രാവിലെ ആകുമ്പോഴേക്കൊക്കെ പോയിട്ടുണ്ടാവും. കൗവീനം കടക്കെ തന്നെ ഉണ്ടാവും, കൺമഷിയൊക്കെ പോയിട്ടുണ്ടാവും, മയിൽപ്പീലി കട്ടിലുമ്പലുണ്ട്. അമ്മയ്ക്ക് വിഷമാവണ്ട കരുതി മയിൽപ്പീലി ശിരസിൽ വെച്ച് കൗവീനം കൊണ്ടൊരു കെട്ടൊക്കെ കെട്ടി. അങ്ങനെയാണ് കൃഷ്ണൻ്റെ വരവ് തന്നെ. മെല്ലെ കിഴിഞ്ഞിറങ്ങി കുറച്ചൊരു ഉറക്ക ക്ഷീണമുണ്ട്. മെല്ലെ മെല്ലെ വരുന്നു. ദൂരത്തായിട്ട് അമ്മയെ കണ്ടതും അമ്മ താൻ വരുന്നത് മനസ്സിലാക്കണ്ട കരുതി പൊഞ്ചിലമ്പ് മുകളിലേക്ക് കയറ്റി ശബ്ദം ഉണ്ടാക്കാതെ അമ്മയുടെ അടുത്തേക്ക് ഓടി വരുന്നു. പാല് തൈര് കടഞ്ഞുകൊണ്ടിരിക്കണ യശോദയുടെ പിന്നിൽ വന്ന് ആ കഴുത്തിലൂടെ കൈയിട്ട് പുറത്തങ്ങനെ കിടക്കുകയാണ്. കൃഷ്ണൻ എത്തിയെന്ന് മനസ്സിലാക്കിയ യശോദ കൃഷ്ണനെ വാരിയെടുത്ത് മടിയിൽ വെച്ച് പാല് കൊടുത്തുകൊണ്ടിരിക്കെ തൈര് കടയാൻ നോക്കുമ്പോൾ കൃഷ്ണൻ തൻ്റെ കൈ കൊണ്ട് അമ്മയുടെ കൈ പിടിക്കും. വേണ്ട, എന്നെ കിട്ടിയാൽ പിന്നെ ബാക്കി പണികളൊക്കെ നിർത്തണം, എല്ലാം കൂടി പറ്റില്ല. എന്നെ കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണം? ബാക്കിയൊക്കെ നിർത്തുക, അത് അനുഭവിക്കുക. ശരി, തൈര് കടകൾ നിർത്തി ഭഗവാനെ ആസ്വദിച്ചും കൊണ്ട് ഭഗവാന് പാല് കൊടുക്കണു. ഭഗവാൻ അമ്മയുടെ ആ പാല് കുടിക്കുന്നു, അമ്മയെ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നു, പെട്ടെന്ന് കണ്ണടയ്ക്കുന്നു. ചുണ്ടനങ്ങടുന്ന് നിർത്തുമ്പം അമ്മയ്ക്ക് തോന്നും പിന്നെ ഒരു ഭാഗത്ത് കിടത്താം. അപ്പോഴേക്കും ചുണ്ടനങ്ങും, അമ്മയെ നോക്കും, വീണ്ടും പുഞ്ചിരിക്കും. അപ്പോഴാണ് അമ്മ ഓർത്തതല്ല, അകത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടില്ലേ, ഒരു 10 ലിറ്റർ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അത് തിളച്ച് പോവില്ലേ എന്ന് കരുതി കൃഷ്ണനോട് ഒന്നും പറയാതെ കൃഷ്ണനെ നിലത്തങ്ങോട്ട് കിടത്തി അകത്തേക്ക് പോയതാണ്. ഭഗവാന് തോന്നി അമ്മയ്ക്ക് എന്നേക്കാൾ വലുത് 10 ലിറ്റർ പാലാണ്. നേരത്തെ അമ്മയ്ക്കൊരു സൂചന കൊടുത്തു, എന്ത്? എന്നെ കിട്ടിയാൽ എന്നെ മൊബൈൽ ഓഫാക്കി വെക്കണം, പിന്നെ വേറെ ഒന്നിൻ്റെ അടുത്തേക്ക് പോകരുത്. എന്നെ കിട്ടിയാൽ പിന്നെ അത് ആസ്വദിച്ചോളാം. കാരണം അത് അങ്ങനെ സുലഭമായിട്ട് കിട്ടുന്നതല്ല, അതിൻ്റെ പ്രാധാന്യം അറിയണ്ടേ. ഇല്ലാണ്ടിയാവുമ്പോഴതിൻ്റെ വില അറിയുള്ളൂ, ഉള്ളപ്പോൾ അതിൻ്റെ വില അറിയില്ല. കൃഷ്ണൻ പോയപ്പം കരയാൻ തുടങ്ങി യശോദ. കൃഷ്ണൻ ഉള്ളപ്പോൾ വേണ്ടത്ര ശ്രദ്ധിച്ചു. അതാണ് ഭഗവാൻ ചോദിക്കുന്നത്, എന്തേ എൻ്റെ വില മനസ്സിലാക്കാത്തു? അവിടെ ബ്രഹ്മാവും പരമശിവനും കാത്തിരിക്കുകയാണ്. അവരെ വിട്ടിട്ട് ഞാൻ ഈ വൃന്ദാവനത്തിലേക്ക് വന്നതേ. എൻ്റെ പെറ്റമ്മ അവിടെ ഉണ്ട്, ദേവകി കാരാഗ്രഹത്തിലാണ്. അവരെ പോലും ശ്രദ്ധിക്കാണ്ട് ഞാൻ അമ്മയുടെ അടുത്തേക്ക് വരുമ്പം അമ്മയ്ക്ക് എന്നേക്കാൾ വലുത് 10 ലിറ്റർ പാലാണോ എന്ന് ഭഗവാന് തോന്നി. ഇത്രയും നേരമായിട്ട് എടുത്തു വെച്ച തൈര്, വെണ്ണ, അതങ്ങോട്ട് നേരെയാക്കണം. വലിയ കലത്തിൽ ധാരാളം തൈര്, ഒരു ഭാഗത്ത് വെണ്ണയും, അതങ്ങോട്ട് പൊട്ടിക്കണം. വെച്ചാൽ ദൂരത്ത് പോയിട്ട് അമ്മിക്കുട്ടി എടുത്തു കൊണ്ടുപോകും. അമ്മിക്കല്ലെടുക്കണം എന്ന് മോഹമുണ്ട്, പക്ഷെ പറ്റില്ല, അത്രയല്ലേ പ്രായമായിട്ടുള്ളൂ. അതുകൊണ്ട് അമ്മിക്കുട്ടി അതന്നെ കൈ കൊണ്ട് എടുക്കുക, 2 കൈ കൊണ്ട് എടുക്കാൻ വയ്യ, അപ്പോൾ കുമ്പിൻ ചേർക്കണം. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന് ആ തൈർക്കലത്തിലേക്ക് അങ്ങോട്ട് ഇട്ടതും തൈർക്കലം അങ്ങോട്ട് പൊട്ടി ആ തൈര് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി. കുറച്ച് വെണ്ണ കയ്യിലെടുത്തു, ആ തൈരിൽ കുറച്ച് നേരം ചാടിക്കളിച്ചു. ബഹുരസം, പാലാഴി പോലെ തന്നെ ഉണ്ട് ഇപ്പം കണ്ടാൽ. സന്തോഷമായി. 4 ഭാഗത്തേക്കുള്ള വാതിൽ 4 ഭാഗത്തേക്ക് നടന്നു. കാരണം ഏത് വാതിലൂടെയാണ് പോയത് മനസ്സിലാവരുത്. അമ്മ അന്വേഷിച്ചു വരും, അപ്പോൾ ഏത് വഴിക്കാണ് പോയത് മനസ്സിലാക്കാണ്ടിരിക്കാൻ. ലേശം വെണ്ണ കയ്യിലെടുത്ത് ദൂരത്തേക്ക് ഓടി തിരിച്ചു വന്നു. ഓടിയത് എന്തിനാ ചോദിച്ചാൽ, അബദ്ധമായോ താൻ ചെയ്തത്? കുറച്ച് കൂടിപ്പോയോ? രാവിലെ 3:30 എണീറ്റ് 10 മണി വരെ കടഞ്ഞു വെച്ച തൈരും വെണ്ണയൊക്കെ താൻ നശിപ്പിച്ചില്ലേ? കുറച്ച് കൂടിപ്പോയോ? ഇനി ഓടിയാൽ അതും കൂടി ചേർത്ത് കിട്ടില്ലേ? എന്തായാലും നല്ല കിട്ടും, അപ്പം അങ്ങോട്ട് അടിച്ചോട്ടെ. നാവകച്ഛന്നതിഷ്ഠൻ. കുറച്ച് ദൂരം ഓടി തിരിച്ചു വന്നു. പിന്നെ എന്തോന്ന് ആലോചിച്ച് ഓടി. ആ ഓടി എന്താ വെച്ചാൽ അടുത്ത വീട്ടിൽ പോയിട്ട് ഗോപികയെ വിളിച്ച് പറഞ്ഞാൽ അവൾ ഇവിടെ എത്തിക്കഴിഞ്ഞ് ശുപാർശ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അടിയുടെ സ്ട്രോങ് ലേശം കുറഞ്ഞാലോ എന്ന് കരുതി ആ ഗോപികയെ വിളിക്കാൻ വേണ്ടി ഓടിയതാണ്. കുറച്ചങ്ങോട്ട് പോയപ്പോൾ തിരിച്ചു വന്നു. വേണ്ട അവളെ വിളിച്ചാലേ ഇന്നലെ അവിടെ പോയിട്ടാണ് കട്ടത്, അവളിവിടെ എത്തിയാൽ അതും കൂടിയും പറയും, അതും ചേർത്ത് പിന്നെയും കിട്ടും, അതുകൊണ്ട് വേണ്ട. നാവകച്ഛൻ അതിഷ്ഠൻ. ലേശം വെണ്ണ കഴിച്ച് കുറച്ച് കയ്യിലും എടുത്ത് ഭഗവാൻ ഓടി. ദൂരത്തു നിന്ന് ഇതൊക്കെ നോക്കി കണ്ടു ആ യശോദ. ഗോപികൾ പറയണത് തെറ്റൊന്നുമല്ല, കുറച്ചൊക്കെ ഇവൻ്റെ കയ്യിലുണ്ട് കേട്ടോ എന്ന് യശോദ മനസ്സിലാക്കി. ഒരു മയിൽപ്പീലി കയ്യിലെടുത്ത് കൃഷ്ണൻ്റെ പിന്നാലെ അങ്ങോട്ട് ഓടി. അമ്മ എന്നെ കൊല്ലാൻ വരുന്നു എന്നും പറഞ്ഞ് കൃഷ്ണൻ മുറ്റത്തേക്ക് ഇറങ്ങി. ഗോപികമാരൊക്കെ TV ഒക്കെ ഓഫാക്കി, ഇത് കണ്ടാൽ മതിയല്ലോ എന്ന് കരുതി അവരൊക്കെ മുറ്റത്തിറങ്ങി കാഴ്ച കാണുകയാണ്. യശോദ നല്ല തടിച്ച പ്രകൃതാണ്, കൃഷ്ണൻ്റെ പിന്നാലെ അങ്ങനെ ഓടുന്നു.
കൃഷ്ണനും ഓടി. കുറച്ച് കഴിഞ്ഞപ്പോൾ യശോദയ്ക്ക് കൃഷ്ണനെ കാണാൻ സാധിക്കുന്നില്ല. അവിടെയും ഇവിടെയും പോയി അന്വേഷിക്കുന്നുണ്ട്. കൃഷ്ണൻ വടക്ക് ഭാഗത്ത് പോയിട്ട് ഉരലിൻ്റെ കുഴിയിൽ വെണ്ണ നിറച്ചിട്ട് അതെടുത്ത് കുറച്ച് താൻ കഴിക്കും. പിന്നെ അവിടെയുള്ള പക്ഷികൾക്കും മൃഗങ്ങൾക്കൊക്കെ കൊടുക്കുകയാണ്. മർക്കായ കാമം, അവിടെയുള്ള കുരങ്ങനൊക്കെ ധാരാളമായിട്ട് കൊടുക്കും. പെട്ടെന്ന് അമ്മ ഈ കാഴ്ച കണ്ടു. അടുത്തെത്തി കൃഷ്ണൻ അങ്ങോട്ട് കൈ പിടിച്ചതും കൃഷ്ണൻ അപ്പോഴാണ് അറിയണത്. തിരിഞ്ഞു നോക്കിയപ്പോൾ അമ്മ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ആ ഉരലിനോട് അങ്ങോട്ട് ചേർത്ത് നിർത്തി. നിന്റെ വികൃതി ഞാൻ ഒന്നും ഇല്ലാണ്ടിയാക്കും. കൃഷ്ണനെ കെട്ടാനൊരു കയറ് തരൂ എന്ന് പറഞ്ഞപ്പോഴേക്ക് ഒരു ഗോപിക ഓടിപ്പോയിട്ടൊരു കയറ് അവൾ പണ്ടേ എടുത്തു വെച്ചിട്ടുണ്ട്, കൃഷ്ണനെ ഒന്ന് കെട്ടണം എന്ന് കരുതിയിട്ട്. അതെടുത്തു കൊടുത്തു. സാധിക്കുന്നില്ല. അവൾ കൊടുത്ത ആ കയറ് കൊണ്ട് കെട്ടാൻ സാധിക്കുന്നില്ല. അതൊന്നും എടുത്ത് ചുറ്റി അങ്ങോട്ട് വരുമ്പോഴേക്ക് എത്തണില്ല. 2 വിരലിൻ്റെ കുറവ്. കെട്ടാൻ പറ്റണില്ലല്ലോ, വേറൊരു കയറ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാ ഗോപികമാരും അവരുടെ വീടുകളിലേക്ക് ഓടി. അവരൊക്കെ കയറ് കൊണ്ടുവന്നു. ഇനി തികയാണ്ട വരണ്ട കരുതി വെള്ളം കോരുന്ന കയറുണ്ടല്ലോ, അത് തികയില്ല പറയില്ല എന്ന് കരുതി അങ്ങനെയുള്ള കയറ് കൊണ്ട് കൊടുത്തിട്ടും, ചുരുക്കം പറഞ്ഞാൽ ആ പഞ്ചായത്തിലെ കയറ് മുഴുവൻ എടുത്തിട്ടും കെട്ടാൻ പറ്റണില്ല. എന്താ കെട്ടാൻ പറ്റാത്തത്? ആരെയാ കെട്ടാൻ നോക്കണത്? നമ്മളുടെ അകവും പുറവും നിൽക്കുന്നത് ആരാ? ഈ പരബ്രഹ്മം. ആ പരബ്രഹ്മത്തെ കെട്ടാൻ പറ്റും തോന്നുന്നുണ്ടോ? യോഗീശ്വരന്മാർക്ക് തീവ്രയോഗ സമാധി കൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റാത്ത പരബ്രഹ്മത്തെ ഒരു ഇടയപ്പെണ്ണ് കെട്ടാൻ പറ്റും തോന്നുന്നുണ്ടോ? ഉണ്ട്, അത് കാണിച്ചതാണ്. അങ്ങനെ കണ്ട് വിചാരിക്കണ്ട. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ഇടയപ്പെണ്ണിനും കെട്ടാൻ പറ്റും. ഭഗവാന്റെ കാരുണ്യം ഇല്ലെങ്കിൽ വലിയ തപസ്വികൾക്കും പറ്റില്ല. പ്രധാനം തപസ്സോ ഒന്നുമല്ല, പ്രധാനം കാരുണ്യം എന്നുള്ളതാണ്. അത് കാണിക്കുകയാണ് ഈ കഥ. കെട്ടാനായിട്ട് ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. 2 വിരലിൻ്റെ കുറവെന്താ ചോദിച്ചാൽ, ഞാനെന്നും എൻ്റെതെന്നുള്ള വിചാരമുണ്ട്. എൻ്റെ കൃഷ്ണൻ ഞാൻ കെട്ടും, എൻ്റെ കൃഷ്ണൻ എനിക്ക് പറ്റും, എനിക്ക് സാധിക്കും, എനിക്ക് പറ്റും. ഭാഗവതമൊക്കെ വായിക്കാനേ എനിക്ക് പറ്റും, എന്നാൽ പറ്റില്ല. അങ്ങനെ വിചാരിച്ചാൽ പറ്റില്ല. ഞാൻ നടത്തുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഭഗവാന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ ശരി, അതാണ് മുഖ്യം. നമ്മളുടെ ശ്രമത്തിനേക്കാൾ പ്രധാനം ഭഗവാന്റെ കാരുണ്യമാണെന്ന് തിരിച്ചറിയലാണ്. അതാണ് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ തന്നെ താല്പര്യം. അമ്മയ്ക്ക് ആദ്യമൊക്കെ തനിക്ക് പറ്റുന്നൊരു വിചാരം ഉണ്ടായിരുന്നു. അതുതന്നെയാണ് അഹന്ത, മമത. അതുകൊണ്ട് അമ്മയ്ക്ക് പറ്റിയില്ല. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ വിറക്കാൻ തുടങ്ങി. ഭഗവാൻ പുഞ്ചിരിച്ചും കൊണ്ട് അമ്മയെ തന്നെ അങ്ങനെ കേശാദിപാദം നോക്കുകയാണ്. അമ്മ വിയർക്കുന്നു. സ്വമാതുഹു സിന്നഗാത്രായ വിസ്ത്രസ്തകപരസ്രജ. അമ്മയുടെ മുടിക്കെട്ടഴിഞ്ഞു. ദൃഷ്ടുവ പരിശ്രമം കൃഷ്ണ. അമ്മയ്ക്കിപ്പോൾ ഒരു വിനയം വന്നു. അമ്മ തല താഴ്ത്തി. അമ്മ ചെവിയിൽ വന്ന് പറഞ്ഞു അത്രേ, കൃഷ്ണ ഞാൻ നിൻ്റെ അമ്മയാണ്. അതങ്ങോട്ട് കേട്ടപ്പം ശരിയാട്ടോ, എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ലേ, കെട്ടിക്കോട്ടെ എന്നാര് കണക്കാക്കി. സ്വമാതുഹു, തൻ്റെ അമ്മയുടെ ഈ ഒരു വിഷമം കണ്ട സമയത്ത് മറ്റു ഗോപികമാരൊക്കെ തൻ്റെ അമ്മയെ കളിയാക്കുന്നുണ്ടോ? അങ്ങനെയാണെന്ന് വെച്ചാൽ അത് വേണ്ട, അമ്മ കെട്ടിക്കോട്ടെ എന്ന് കണക്കാക്കി. കൃപയാസീത് സ്വബന്ധനെ, കൃപയാ സ്വബന്ധനെ ആസീത്. തൻ്റെ കാരുണ്യം കൊണ്ട് അമ്മ ആദ്യം കൊണ്ടുവന്ന കയറന്നെ മുഴുവൻ വേണ്ടി വന്നില്ല. സുഖമായിട്ട് ആരെ കെട്ടാൻ പറ്റി? ഭഗവാൻ തല താഴ്ത്തി അങ്ങനെ നിന്നു കൊടുത്തു. ആദ്യം കൊണ്ടുവന്ന കയറന്നെ മുഴുവൻ വേണ്ടി വന്നില്ല. സുഖമായിട്ട് ആ ഭഗവാനെ കെട്ടാൻ സാധിച്ചു. എങ്ങനെ സാധിച്ചു? ഭഗവാന്റെ കാരുണ്യം കൊണ്ട് സാധിച്ചു. ആന തന്നെ കെട്ടാനുള്ള ചങ്ങല പാപ്പാനോടുള്ള സ്നേഹം കൊണ്ട് തുമ്പിക്കൈ കൊണ്ടെടുത്ത് പാപ്പാന് കൊടുക്കും പോലെ ഭഗവാൻ അമ്മയ്ക്ക് കെട്ടാനായിട്ട് നിന്നു കൊടുത്തു. പാപ്പാന് കെട്ടാനൊന്നും സാധിക്കില്ല. ചങ്ങലെടുക്കാൻ തന്നെ പാപ്പ നല്ല പൂസ. അയാൾ ചങ്ങലെടുക്കാൻ പറയുമ്പോൾ അയാൾ വീഴും. പിന്നെ അയാളെടുക്കാൻ വേറെ ആൾ വരണം. തന്നെ കെട്ടാനുള്ള ചങ്ങല ആ ആന തന്നെ എടുത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ കെട്ടാനുള്ള കയറ് അമ്മ ഏതാ എടുത്തോളൂ, ഈ കയറുകൊണ്ട് കെട്ടിക്കോളൂ എന്നൊക്കെ പറഞ്ഞ ഭഗവാൻ നിൽക്കുന്നു. അമ്മ സുഖമായിട്ട് കെട്ടി. പ്രസാദം ലേഭിരേ ഗോപീയത്തത് പ്രാപ വിമുക്തിദാത്. ഇതാണ് പ്രസാദം ലേഭിരേ. ഇത്രയൊക്കെ ഗോപികമാരുണ്ടായിട്ടും ഈ പ്രസാദം ലഭിച്ചത് ഈ യശോദയ്ക്കല്ലേ. അവളെന്ത് ഭാഗ്യമാ ചെയ്തതല്ലേ. ജ്ഞാനിനാം ആത്മഭൂതാനാം, വലിയ വലിയ ജ്ഞാനികൾക്ക് പോലും ഭഗവാനെ കെട്ടാൻ സാധിക്കുന്നില്ലല്ലോ. അങ്ങനെ എനിക്ക് ഇടയപ്പെണ്ണ് സാധിച്ചില്ലേ, ഭാഗ്യവതി. എന്തായാലും നിൻ്റെ വികൃതി ഒന്ന് തീരട്ടെ എന്ന് പറഞ്ഞ അമ്മ അടുക്കളയ്ക്ക് പോയി. കുട്ടികളൊക്കെ കൃഷ്ണൻ്റെ ചുറ്റും കൂടി. ഇന്നിനിപ്പം കളി നടക്കില്ലേ ചോദിച്ചു. കളി ഒഴിവാക്കണ്ട എന്ന് പറഞ്ഞ ഒരെല്ലാം അങ്ങോട്ട് തട്ടിയിട്ടു. ഞാൻ കൃഷ്ണൻകുട്ടി ആനയാണെന്ന് പറഞ്ഞു. ഇത് തടി വലിച്ച് നടക്കുകയാണ് ആന. വലത്തെ കൈ വന്നിച്ചു, തുമ്പിക്കൈയാണ്. അവിടെയും കുട്ടികൾക്കൊക്കെ രസമായി. അവർ ഇടത്താനെ വലത്താനെ പറഞ്ഞ് കൃഷ്ണനെ കളിപ്പിക്കുകയാണ്. ദൂരത്തായിട്ട് 2 മരങ്ങൾ കണ്ടു. തലയാട്ടി വിളിക്കുന്നുണ്ട് ആ 2 മരങ്ങൾ. നളകൂപരനും മണിഗ്രീവനുമാണ്. നാരദ മഹർഷിയുടെ ശാപം കൊണ്ട് മരങ്ങളായതാ.
കുബേരൻ്റെ മക്കളാണ്. കുബേരൻ വലിയ ശിവഭക്തനാണ്. പക്ഷേ കുബേരന് ചെറിയ അബദ്ധം പറ്റിയത് എന്താ വെച്ചാൽ തൻ്റെ മക്കളെ തൻ്റെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാട്ടോ ഈ സമ്പത്തൊക്കെ കിട്ടിയതെന്ന് പഠിപ്പിക്കാൻ വിട്ടുപോയി. അവർ വിചാരിച്ചു അവർ ജന്മനാ സമ്പന്നരായതുകൊണ്ട് അവർ അഹങ്കാരികളായിട്ട് മാറി. അവരുടെ കേമത്വം, ഞങ്ങളുടെ അച്ഛൻ്റെ സമ്പത്ത് ഞങ്ങൾ തോന്നിയത് ചെയ്യും, ഞങ്ങളുടെ അച്ഛൻ്റെ അല്ലേ, അങ്ങനെ പറഞ്ഞാൽ പറ്റുമോ? അത് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ശിവൻ്റെ സമ്പത്താണത്. പക്ഷെ അത് അറിഞ്ഞില്ല. കുബേരന് ഭക്തിയൊക്കെ ഉണ്ടെങ്കിലും ആ ഭക്തി മക്കൾക്ക് കൊടുക്കാൻ നമ്മളങ്ങനെ വിട്ടുപോകരുത്. നമ്മൾ സമ്പത്തൊക്കെ കൊടുക്കും, ഭക്തി കൊടുക്കാൻ വിട്ടുപോകും. അത് വിട്ടുപോകരുത് കാണിക്കാനാണ് ഇപ്പോൾ ഈ കഥ തന്നെ. കുബേരൻ കൈലാസത്തിൽ പോവും, പരമശിവനെ നമസ്കരിക്കും, നാമം ജപിക്കും. പക്ഷേ മക്കളുടെ കാര്യം ഈ വിഷയത്തിൽ ആരും ശ്രദ്ധിച്ചു. പഠിപ്പൊക്കെ നോക്കുന്നുണ്ടൊക്കെ ഉണ്ട്, പക്ഷേ ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ നോക്കണ്ട, പക്ഷെ ഹോംവർക്ക് നോക്കണില്ല. അത് നോക്കണ്ടേ, എത്ര പ്രണവം ജപിച്ചു അത് അന്വേഷിക്കുന്നില്ല. അങ്ങനെ ഒരു കുഴപ്പം കുബേരനുണ്ടായിരുന്നു. ഇവരാവട്ടെ ദുശീലം, അവർ മദ്യപാനം അങ്ങനെയായി വഴിതെറ്റി. സ്ത്രീകളുമായിട്ട് ആ പുണ്യനദിയാണ് ഗംഗ, അതിൽ സല്ലപിച്ചും കൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ വഴിക്ക് നാരദ മഹർഷി പോയതാ. ഇവർ കുടിച്ച് പൂസായിട്ട് നാരദ മഹർഷിയുടെ മേലേക്ക് വീണു. മഹർഷി തോന്നി കഷ്ടം തന്നെ, ഇങ്ങനെ ഉണ്ടോ ഇത്രയും സൗകര്യമായിട്ടൊരു ജന്മം ഈ കൈലാസത്തിൻ്റെ അടുത്ത് തന്നെ, അതും കുബേരൻ്റെ മക്കളായിട്ട്. ഇത്ര അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് എന്താ ഇവർ നേരെയാവാത്തത്? ഇനി പറ്റില്ല, ഇവർ നല്ലൊരു ഡി അഡിക്ഷൻ സെൻ്ററിലാക്കണം. എവിടെയാക്കുക? ഇത്രയും നല്ല സ്ഥലം വേറെ ഉണ്ടോ? നാരദ മഹർഷി ആയതുകൊണ്ട്. നാരദ മഹർഷിക്ക് ശപിക്കാൻ അറിയില്ലല്ലോ. അദ്ദേഹം ശപിച്ചു എന്ന് തോന്നും, പക്ഷെ ശപിച്ചതൊന്നുമല്ല, അനുഗ്രഹിക്കേണ്ടായത്. മരങ്ങളായിട്ട് പോട്ടെ. എവിടെ എവിടെ കലുഷാപ്പിൻ്റെ മുറ്റത്ത്. അങ്ങനെ നമുക്ക് അങ്ങനെ വെച്ചാൽ ശാപമായിട്ട് പറയാം. വൃന്ദാവനത്തിൽ നന്ദഗൃഹത്തിൻ്റെ മുന്നിൽ കൃഷ്ണൻ്റെ മുറ്റത്ത് 2 മരങ്ങളാവട്ടെ എന്ന് പറഞ്ഞാൽ അത് ശാപം എന്ന് പറഞ്ഞാൽ സമ്മതിക്കില്ല, അത് അനുഗ്രഹമാണ്. ഇനി ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നെ ഒരു പുല്ലായിട്ടെങ്കിലും ആ ഗോകുലത്തിൽ ജനിപ്പിച്ചാൽ അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്ന ബ്രഹ്മാവ് പറയുക. അപ്പോഴാണ് ഇവിടെ നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ദൈവരിത മരങ്ങളായിട്ട് മാറി. ഭഗവാൻ തൊട്ടാ നേരെയാവും എന്നുള്ള ശാപമോക്ഷം കൊടുത്തിട്ടുണ്ട്. അവർ ഭഗവാനെ കാത്തിരിക്കുകയാണ്. നാരദ മഹർഷി തൻ്റെ പ്രിയതമനാണ്, തൻ്റെ ഭക്തനാണ്, സദാ തൻ്റെ നാമം ജപിക്കുന്നവനാണ്. അദ്ദേഹം പറഞ്ഞത് സത്യമാക്കണം. നളഗോപുരനും മണിഗ്രീവനോടുള്ള കാരുണ്യമല്ല, നാരദരോടുള്ള കാരുണ്യം. അതുകൊണ്ട് ആ നാരദ മഹർഷി പറഞ്ഞത് സത്യമാകണ്ടേ, അതുകൊണ്ട് നളഗോപുരനും മണിഗ്രീവനും മോക്ഷം കൊടുക്കണം എന്ന് കണക്കാക്കി ഭഗവാൻ തൻ്റെ കൂട്ടുകാരെ ദൂരത്തേക്കാക്കണം തീരുമാനിച്ചു. ആനയ്ക്ക് നല്ല വിശപ്പുണ്ട്, കുറച്ച് കരിമ്പ് കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികളൊക്കെ കരിമ്പ് കുടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയതാ. ഇതാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ മുട്ടുകുത്തി ഒരലും വലിച്ചൊരു ഓട്ടം. അങ്ങനെ അങ്ങോട്ട് നടന്ന സമയത്ത് ആ 2 മരങ്ങളുടെ ഇടയിൽ കൂടെ ഭഗവാൻ സഞ്ചരിച്ചു. ആ ഒരലങ്ങോട്ട് കുടുങ്ങി വലിച്ച സമയത്ത് 2 മരങ്ങളും കടപുഴകി വീണു. അതിൽ 2 ദിവ്യ പുരുഷന്മാരുണ്ടായി. ഭഗവാനെ കേമായിട്ട് സ്തുതിച്ചു. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിസതാം ദർശനേസ്തു ഭവത്തനൂനാം. പണ്ട് 2 കണ്ണുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ദീപാരാധന തൊഴുതാൽ മതി, തോന്നിയില്ല. ഞങ്ങൾ വേണ്ടാത്ത കാഴ്ചയും കണ്ട അങ്ങനെ ഇരുന്നു. 2 കൈകളുണ്ടായിരുന്നു, പക്ഷെ ഇന്ന് വരെ അത് ചേർത്ത് വെച്ചൊന്നും തൊഴുക ചെയ്തിട്ടില്ല. ഇല്ലാത്തവർക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല, ദൂർത്തടിക്കിയിരുന്നു. 2 ചെവികളുണ്ടായിരുന്നു, അതും ഇതും ആവശ്യമില്ലാത്ത പലതും കേട്ടു എന്നല്ലാണ്ട് ഇന്ന് വരെ ഒരു കീർത്തനം കേട്ടില്ല. ഭാഗവതം കേൾക്കാൻ എത്രയോ അവസരം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഞങ്ങൾ പോയില്ല. കൈലാസത്തിലെന്നും ഭജനയാണ്, പക്ഷെ ഞങ്ങൾ പോകാറില്ല. പക്ഷെ ഞങ്ങൾക്കതിൻ്റെ വിഷമം മനസ്സിലായിട്ടു. ഇനി ഞങ്ങൾക്കൊരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം. ഈ ചെവികളെ കൊണ്ട് അങ്ങയുടെ കഥകൾ ഇങ്ങനെ കേൾക്കുക, നാവ് കൊണ്ട് അങ്ങയുടെ കഥകൾ പറയാൻ സാധിക്കുക. ഹസ്തൗച കർമ്മസു, ഈ കൈകളെ കൊണ്ട് അങ്ങേക്ക് കൈങ്കര്യം ചെയ്യാൻ സാധിക്കുക. ഈ കണ്ണുകളെ കൊണ്ട് അങ്ങയെ കാണാൻ സാധിക്കുക എന്നാണ് പറയേണ്ടത്. പക്ഷേ അങ്ങയെ കാണാൻ സാധിക്കുന്നതിനേക്കാൾ വലിയ കാര്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത് എന്താണെന്നറിയോ? അങ്ങയുടെ ഭക്തന്മാരായ നാരദരെ പോലുള്ളവരെ കാണുന്നത്. കാരണം ഞങ്ങളിപ്പം നേരെയാവാൻ കാരണക്കാരനാരാ? നാരദ മഹർഷിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ നാരദരെയും അങ്ങയും വേറെ വേറെ ആയിട്ട് കാണില്ല, ഈശ്വരനും ഗുരുവും ഒന്നായിട്ടാണ്. അതുകൊണ്ട് ഇനിയും ഞങ്ങൾക്ക് സത്സംഗം തരാവണേ ഭഗവാനെ, അതിനേക്കാൾ വലുതൊന്നുമില്ല. ഞങ്ങൾക്ക് അങ്ങയെ വിട്ടു പോകാൻ മടിയുണ്ട്, എന്നാലും ആ നാരദരെ ഒന്ന് കണ്ട് നന്ദി പറയാണ്ട് എങ്ങനെയാണ്? ഞങ്ങൾ പോയി കണ്ടുവരാം എന്ന് പറഞ്ഞ് നമസ്കരിച്ച് അവർ നാരദരെ അന്വേഷിച്ച് ഇനിയും സത്സംഗം വേണമെന്ന് മോഹിച്ച് സജ്ജനങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ഭഗവാൻ അവരെ കെട്ടഴിച്ചു വിട്ടു, എന്നാൽ അവർ ഭഗവാന്റെ കെട്ടഴിച്ചു ഇല്ല. എന്താ കാരണം? അവർക്കറിയാം ഭഗവാനെ
കെട്ടിയിട്ടിട്ടില്ല. കെട്ടിയിട്ടുണ്ടെങ്കിൽ അവരെ കെട്ടഴിക്കാൻ പറ്റിയിരുന്നു. കെട്ടിൽപ്പെട്ട ഭഗവാൻ കാണിച്ചു തരാണ്, എന്നെ ആരും കെട്ടിയിട്ടൊന്നുമില്ല സജ്ജനങ്ങളെ. കാരണം ആ കെട്ടിൽപ്പെട്ട ഭഗവാൻ എന്ത് ചെയ്തു? നളഗോപുരൻ്റെയും മണിഗ്രീവൻ്റെയും വലിയ കെട്ട് അഴിച്ചു കൊടുത്തില്ലേ. അപ്പോൾ ഈ കെട്ടിൽപ്പെട്ടതുപോലെ നിൽക്കുന്നത്, കെട്ടിൽപ്പെട്ടതുപോലെ നിൽക്കുകയാണ്. ആർക്ക് വേണ്ടി? അമ്മയ്ക്ക് വേണ്ടി. അത്രയേ ഉള്ളൂ. അമ്മയോടുള്ള കാരുണ്യം കൊണ്ട് കെട്ടിൽപ്പെട്ടതുപോലെ അഭിനയിക്കുന്നു. അതല്ലാതെ ഭഗവാനെ കെട്ടിടാനൊന്നും ആർക്കും സാധിക്കില്ല. ഏതായാലും ആ ശബ്ദം കേട്ട് ഗോപസ്ത്രീകളൊക്കെ ഓടി വന്നു. നന്ദഗോപുര് വന്നു. ഈ കാഴ്ച കണ്ട് സങ്കടം തോന്നി. കൃഷ്ണനെ കെട്ടിട്ടതാരാ? യശോദ എന്ന് പറഞ്ഞപ്പോൾ യശോദയോട് ദേഷ്യം. കൃഷ്ണനെ വാരിയെടുത്ത് യശോദയുടെ അടുത്ത് വന്ന് യശോദയെ ചീത്ത പറയണു. യശോദ ഉറപ്പിച്ചു, ഇനിയില്ല, ഇനി കൃഷ്ണൻ എന്ത് ചെയ്താലും അടിക്കൂല, ചീത്ത പറയൂല എന്ന് ആ യശോദ ഉറപ്പിച്ചു. ഗോപസ്ത്രീകളൊക്കെ വന്ന് കൃഷ്ണ വല്ലതും പറ്റുമെന്നറിയാൻ ഒന്ന് ഓടു കൃഷ്ണ, ഒന്ന് ചാടു കൃഷ്ണ, ആ പീഠം ഒന്ന് എടുത്തു വയ്ക്കൂ കൃഷ്ണ, അതിൻ്റെ മുകളിലൊന്ന് കയറൂ, കൃഷ്ണൻ ഒന്ന് നൃത്തം വയ്ക്കുമോ? കൃഷ്ണൻ പറയും, വെറുതെ ഒന്നും ചെയ്യില്ല, എന്തെങ്കിലും തന്നു വെച്ചാൽ ആലോചിക്കാം. എന്താ വേണ്ടു? നൃത്തം വെക്കണം വെച്ചാൽ വെണ്ണ തരണം. വെണ്ണ കൊടുത്താൽ പറയും, ഒരു കയ്യിൽ മാത്രം വെണ്ണ തന്നാൽ ഈ കയ്യിന് വിഷമാവില്ലേ, ഏട്ടന് മാത്രം കൊടുക്കുമ്പോൾ എനിക്ക് വിഷമാവാറുണ്ട്, അതുകൊണ്ട് 2 കയ്യിലും വേണം. 2 കയ്യിലും വെണ്ണ കൊടുത്താൽ പറയും, ഈ 2 കയ്യിലും വെണ്ണ തന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിച്ചിട്ട് പറയും, വെണ്ണ കഴിച്ചു, തൊണ്ടയിൽ കുടുങ്ങി, ലേശം പാല് തരുമോ? പാല് കൊടുക്കും. പറയണതൊക്കെ വിശ്വസിക്കുക, അല്ലാതെ എന്താ ചെയ്യുക? 2 ഉരുള വെണ്ണ കൊടുത്താൽ നൃത്തം വയ്ക്കുമെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കാണിക്കും, ഒരു മുദ്ര. എന്താ കൃഷ്ണ നൃത്തം വയ്ക്കാത്തു? 2 ഉരുള വെണ്ണയ്ക്ക് ഞാൻ ഈ വൈകുന്നേരം വരെ ഇവിടെ നൃത്തം വയ്ക്കുക. നിങ്ങൾ തന്ന ആ ഉരുളയ്ക്ക് ഇത്രയേ പറ്റൂ. കൂടുതൽ നേരം നൃത്തം വെക്കണം വെച്ചാൽ കൂടുതൽ വെണ്ണ വേണം. ഇങ്ങനെ നൃത്തമാടൂ കൃഷ്ണ, നടനമാടൂ കണ്ണ, വെണ്ണ തരാം ഗോപാല മുകുന്ദ, വെണ്ണ തരാം ഗോപാല. ഇങ്ങനെ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ കടന്നുകൂടിയെന്നാണ്. അതിനുശേഷം പിന്നീട് ഭഗവാൻ വൃന്ദാവനത്തിലേക്ക് താമസം മാറുകയാണ്. അമ്പാടി ലീല, ഗോകുൽ ലീല അവസാനിച്ചു. ഇനി വൃന്ദാവനത്തിലേക്ക് താമസം മാറണു. വൃന്ദാവന ലീല, പിന്നെ അവിടുന്ന് മധുര ലീല, പിന്നെ ദ്വാരകാ ലീല. ഇങ്ങനെയാണ് ഭഗവാന്റെ ലീലകൾ.